അപ്പൊ എനിക്ക് ഇത് യുദ്ധമൊന്ന് കാണണം. ഞാൻ കല്യാണം കഴിച്ചില്ല, ഇങ്ങനെ എനിക്ക് എത്ര അടുത്ത് പോകാൻ പറ്റുമോ അത്ര അടുത്ത്. 10-25 വർഷം മുമ്പ് സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി കോഡ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ടൂളായിരുന്നു. ഇപ്പോഴത്തെ നമ്മൾ ലോ കോഡ്, നോ കോഡ് വിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ടീമിൻ്റെ നോളജ് ഓട്ടോമാറ്റിക്കലി എക്സ്ട്രാക്ട് ചെയ്ത് അതിൻ്റെ ഒരു ഡിജിറ്റൽ Hi all, welcome to KPH podcast. നമ്മളൊപ്പം ഉള്ളത് ദിലീപാണ്. ദിലീപ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഗസ്റ്റ് ഫ്രം അവർ കേരള PH കമ്മ്യൂണിറ്റി. ബാക്ക് ഇൻ 1980s സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഹീസ് അഗെയിൻ സ്റ്റാർട്ടിങ് എ കമ്പനി, ഫോർത്ത് സ്റ്റാർട്ടപ്പ് എക്സാക്ട്ലി, ആൻഡ് ഹീസ് വർക്കിംഗ് ഓൺ സംതിങ് ഇൻ AI. സോ ഇപ്പോൾ AI-ലായാലും ബാക്ക് ഇൻ 1980s നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യം ഈസ് ട്രൈങ് ടു ഡു ഇറ്റ് അഗെയിൻ now. And in this podcast we'll try to cover his journey. Open then why is again starting up. This is the time most people will go to retire. Most people maybe not at all think about work, and you are again starting to work again. So other curiosity, I'm more curious on the journey, and maybe this will be very interesting podcast for the all. And welcome once again Dilip to the show. Thank you pleasure. ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് റേറ്റിംഗ് ഇ എന്ന പ്ലാറ്റ്ഫോം ആണ്, ഫ്രം ദ ഹൗസ് ഓഫ് ഹോസ്റ്റാവോ. If your business has multiple locations, this is the only platform you need to have to collect and manage reviews. Be it Google My Business page or Facebook page or even mobile app, all the customer reviews can be managed in one place. All in one review platform, Rating E. Feel free to check out, link in the description. So ഞാനൊരു ഡേറ്റഡ് പീസാണ്, അത് കറക്റ്റാണത്. പക്ഷേ not at heart, but maybe by age. For me, age is a number. ഞാനൊരു കരിയർ ഇൻട്രസ്റ്റ്, സോഫ്റ്റ്വെയറിൽ ഇൻട്രസ്റ്റ് വന്നത് 1978-81 പീരീഡിൽ ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ ഇൻ മാത്സ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് എനിക്കൊരു റഷ്യൻ ബുക്ക് കിട്ടി, ഇൻ ബേസിക് പ്രോഗ്രാമിങ്. അങ്ങനെയാണ്, എന്താണെന്ന് അറിയില്ലായിരുന്നു, അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു താല്പര്യം, അങ്ങനെയാണ് അതിനകത്ത് I got involved. Basically a dropout of my post-graduation in mathematics. ഞാനൊരു ഷാർട്ടേഡ് അക്കൗണ്ടന്റും കൂടെയാണ്, ചാർട്ടേഡ് അല്ല. 3 കൊല്ലം ആർട്ടിക്കിൾഷിപ്പ് ചെയ്തു. അത് അപ്പനെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. ആ 3 കൊല്ലം കൊണ്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ സോഫ്റ്റ്വെയറിൽ എക്സ്പെർട്ടീസ് ഗ്യാദർ ചെയ്തു. എന്നിട്ട് 85-ലാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ്. ഞാനപ്പോൾ ഒരു ഏർലി 20s ആ പീരീഡിലാണ്. രണ്ട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ആ സ്റ്റാർട്ടപ്പ് ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് സ്റ്റാർട്ടപ്പ്സ് ആയിരുന്നു. പക്ഷേ അന്നത്തെ പ്രോഡക്ട്സ് ഇപ്പോഴത്തെ പോലെ സാസ് ആ രീതിയിലുള്ള പ്രോഡക്റ്റ് ആയിരുന്നില്ല. പ്രൊഡക്ഷൻ പ്ലാനിങ്, കൺട്രോൾ, ഷെഡ്യൂളിംഗ്, ഇൻവെൻട്രി, ഇൻവോയ്സിങ്, അങ്ങനത്തെ പ്രോഡക്ട്സ്, ഈവൻ അക്കൗണ്ടിങ് പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു. ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഐ തിങ്ക് സൗത്ത് ഇന്ത്യയിൽ ഡെഫിനറ്റ്ലി അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം ദി മോസ്റ്റ് ഫേമസ് ജുവലേഴ്സ്, ഡയമണ്ട് മർച്ചൻസ്, ഇവരൊക്കെ ഞങ്ങളുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ കൂടെ പഠിച്ച 2 സ്റ്റുഡൻസ് ഞങ്ങളുടെ പാർട്ട്നേഴ്സായി. അതൊരു രജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പ് ആയിരുന്നു. ഞങ്ങളുടെ 3 പേരുടെ കൂടെ ഒരു 2 സ്റ്റുഡൻസ് ഞങ്ങൾ ജോയിൻ ചെയ്തു, 2 എംപ്ലോയീസും ജോയിൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ 7 പേരായി. 7 പേരുടെ ഒരു പാർട്ട്ണർഷിപ്പ് ആയി. അന്ന് നല്ല സോഫ്റ്റ്വെയർ ആൾക്കാരെ കിട്ടണമെങ്കിൽ നമ്മൾ പഠിപ്പിക്കണം. ട്രെയിൻ ചെയ്തതിൽ കിട്ടുന്ന ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ, അതായിരിക്കും ഇവിടെയൊക്കെ എല്ലാവരും ചെയ്യുന്നത്. നല്ല സ്റ്റുഡൻസിനെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ മോൾഡ് ചെയ്തിട്ട് അങ്ങനെയായിരുന്നു ഞങ്ങൾ ചെയ്തത്. 87-ല് ഞങ്ങളുടെ 2 കസ്റ്റമേഴ്സ് ഞങ്ങളെ ജോയിൻ ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്തു ഞങ്ങളുടെ കമ്പനിയിൽ. അത് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അത് ചെയ്തത്. എൻ്റെ ഒരു അടുത്ത സുഹൃത്തും എൻ്റെ നെയ്ബറും ആയിട്ട് ഷിബുലാൽ എന്ന് പറഞ്ഞൊരു കക്ഷി, ഷിബു ഇൻഫോസിസിൻ്റെ ഒരു ഫൗണ്ടറായിരുന്നു. അവരൊരു 2 കൊല്ലം മുമ്പ് 83-ലെങ്ങാണ്ടാണ് അവർ ഇൻഫോസിസ് തുടങ്ങി. ഷിബു കണ്ടിന്യൂസ് ടു ബി ഒരു നല്ല സുഹൃത്തും ഒരു മെൻറ്ററും കൂടെ ഉള്ള രീതി. മെൻറ്റർ എന്ന് പറഞ്ഞാൽ whenever I can, I meet him, I talk to him.
ആ പുള്ളിയാണ് എനിക്ക് ഈ സോഫ്റ്റ്വെയർ, പുള്ളിയുടെ അടുത്ത് നിന്നാണ് എനിക്ക് ഈ സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് ചെയ്യണം എന്നുള്ളത് വന്നത്. അങ്ങനെയാണ് ഈ 2 കസ്റ്റമേഴ്സ് ജോയിൻ ചെയ്തത്. ഞാൻ ഈ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ്, സ്റ്റാർലൈൻ എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനം ഉണ്ടാക്കി. 89 കഴിയാറായപ്പോഴത്തേക്ക് വി കുഡിൻ എക്സ്പോർട്ട്. 2 കൊല്ലം ശ്രമിച്ചിട്ടും സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല. കസ്റ്റമേഴ്സ്, നാട്ടിൽ കസ്റ്റമേഴ്സ് ഉണ്ടായി, ഈവൻ ഔട്ട്സൈഡ് കേരള കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യ നടന്നില്ല. എന്തായിരുന്നു ചലഞ്ച്? നമ്മള് ഒന്നും അറിയില്ല എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. യങ്സ്റ്റേഴ്സ്, എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല, എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത് എന്ത്. അപ്പോൾ ഒരു കസ്റ്റമർ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തത് അവര് യൂറോപ്പിലൊക്കെ പെർഫ്യൂംസും ആരോമാറ്റിക് കോൺസെൻട്രേറ്റ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന പാർട്ടി. കൊച്ചിൻ എക്സ്പോർട്ട് പ്രോസസിംഗ് സോണിലെ ഒരു സ്റ്റാർ എക്സ്പോർട്ടർ ആയിരുന്നു. അവർക്ക് ഞങ്ങൾ സോഫ്റ്റ്വെയർ വെച്ച് തരുന്നുണ്ട്. പക്ഷേ അത് ഏജൻസി വഴിയാണ് അവർ ഈ സാധനം വിൽക്കുന്നത്. ഓൾമോസ്റ്റ് ഗൂച്ചി, EF സെന്റ് ലോറന്റ്, അങ്ങനത്തെ എല്ലാവരും അവരുടെ പ്രോഡക്റ്റ് കോൺസെൻട്രേറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആ ഏജൻസി വഴി സോഫ്റ്റ്വെയർ വിൽക്കാൻ ഓപ്പർച്യൂണിറ്റീസ് നോക്കിയിട്ട് ദാറ്റ് വാസ് നോട്ട്, കണക്ട് ചെയ്യാൻ നോക്കി, ശ്രമിക്കായിരുന്നില്ല, നടന്നില്ല. US മറ്റേ കസ്റ്റമറിന് US എക്സ്പോർട്ട്സ് ഉണ്ടായിരുന്നു. അത് കാരണം അവർക്കും താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ നെവർ വർക്ക്. അങ്ങനെ ഞാനാണ് ആദ്യം, എനിക്ക് ധൃതിയാണ് എല്ലാ കാര്യം. ഞാനൊരു റെസ്റ്റ്ലെസ് ക്യാരക്ടറാണ്. ഇപ്പോഴും അങ്ങനെ കുറച്ച് കൺട്രോൾ ആയെന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു വല്യപ്പനൊക്കെ ആയിരുന്നു. എനിക്ക് 2 ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ട്. സോ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഐ സംടൈംസ് ഫീൽ റെസ്റ്റ്ലെസ്. അതാണ് ഒരു റീസൺ വൈ യു ആസ്ക് മീ വൈ ഡിഡ് യു സ്റ്റാർട്ട്. ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ സിറ്റ് quietly somewhere and retire. I can't do that. പക്ഷെ ഇത് 2022 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, 2 കൊല്ലം മുമ്പ്. സോ അങ്ങനെ ഞാനിത് അവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് ഓടിപ്പോയി, ആലപ്പുഴയായിരുന്നു സ്ഥലം, അവിടുന്ന് ഓടിപ്പോയിട്ട് നാട് വിട്ടു. സോ അങ്ങനെ ഞാൻ മദ്രാസിന് പോയി. അവിടെ ഒരു ടീം NIT എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ, NIIT എന്ന് പറഞ്ഞ കമ്പനിയിൽ, അന്ന് അവർ ട്രെയിനിങ്ങിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ അങ്ങനെയുള്ള ട്രെയിനിങ്ങിൽ ദേ ആർ ലൈക്ക് ദ ബിഗസ്റ്റ്. അതിനകത്തൊരു ചെറിയ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു സോഫ്റ്റ്വെയർ റിലേറ്റഡ്. അവിടെ ഞാൻ ജോയിൻ ചെയ്തു. ആ ഗ്രൂപ്പ് പിന്നീട് NIT ടെക്നോളജീസ് എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് മാറി. അത് ഓബിയസ്ലി ബിക്കം വെരി ബിഗ്. ബട്ട് അന്ന് ഒരു ചെറിയ ഗ്രൂപ്പായിരുന്നു. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് AI വർക്ക് ചെയ്യാൻ എനിക്കൊരു ഐ വാസ് ലക്കി ഒരു ചാൻസ് കിട്ടിയത്. അന്ന് AI സംഭവം കീവേഡ് ആയിരുന്നു, അന്ന് ബസ് ആയിരുന്നു, അന്ന് പോലെ AI ആണോ? അതെ, AI അതിനു മുമ്പ് it was like maybe in like 40s 50s, it was still there, like it's already there. And ഇതൊരു എക്സ്പേർട്ട് സിസ്റ്റംസ് എന്നായിരുന്നു. അതായത് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന്റെ എക്സ്പെർട്ടീസ്, ചില എക്സ്പെർട്ടീസ് എടുത്തിട്ട് ഒരു മെഷീനെ ഒരു സിസ്റ്റത്തിൽ സെറ്റപ്പ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഈ സിസ്റ്റത്തിനെ കൊണ്ട് ചെയ്യിക്കുക, അതായിരുന്നു ഉദ്ദേശം. അത് എക്സാമ്പിൾ പറയോ? ഇപ്പം ഒരു ഡോക്ടർ, ഇപ്പം നമ്മളൊരു പേഷ്യന്റെ ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പം എന്താ കുഴപ്പം, എന്താ, എനിക്ക് പനിയുണ്ട്, പനിയുണ്ടോ, ഓക്കെ, ദേഹവേദനയുണ്ടോ, അപ്പം ദിസ് ഹൗ ഇറ്റ് ഗോസ്, റൈറ്റ്? ശരി, പനി എങ്ങനെയാ, വൈകിട്ടാണോ പകലാണോ, അതോ രാത്രിയാകുമ്പോൾ കൂടും, പകല് പോവും, ഹൗ ഇറ്റ് ഗോസ്, റൈറ്റ്? അങ്ങനെയുള്ള, അപ്പൊ അങ്ങനെയാണെങ്കിൽ ശരി, അതാണ് സിറ്റുവേഷൻ എങ്കിൽ ഈ 2 ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, റൈറ്റ്? അതിന്റെ റിസൾട്ടുമായിട്ട് എന്നെ നാളെ ഒന്ന് കാണുക. ഇങ്ങനെയാണല്ലോ ആ കോൺവെർസേഷൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അതൊരു റൂൾസ് ലോജിക് ഉപയോഗിച്ച് അങ്ങനെ ഒരു സിസ്റ്റം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഡോക്ടർ ആക്ച്വലി ഒരു ഡിസിഷൻ എടുക്കുന്നത് ഈ ഡയഗ്നോസിസ് വന്നു കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ റിസൾട്ട് വന്ന് നോക്കി, ശരി, ഇത് കോളറാണ് അല്ലെങ്കിൽ വേറെ എന്താണ് ഡിസൈഡ് ചെയ്യുന്നത് ഡോക്ടറിന്റെ എക്സ്പെർട്ടീസ്. ബട്ട് before that he does a lot of things, right? Even the system can look at our blood test results വന്നു കഴിഞ്ഞാൽ അതിനകത്ത് certain things are above this level എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം can predict ഇത് with this level of this percentage level of confidence, this is cholera, this is something else, right? ഇപ്പോഴാണെങ്കിൽ ഡെങ്കു, whatever. അങ്ങനെ ആ രീതിയിൽ വരെ പ്രഡിക്റ്റ് ചെയ്യാൻ അത് ഈ ഡോക്ടർ എന്ത് ലോജിക്കാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് വെച്ചിട്ട് അതൊരു സിസ്റ്റത്തിൽ സെറ്റപ്പ് ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ ഫൈനൽ ഡിസിഷൻ ഡോക്ടർ ക്യാൻ ടേക്ക്, എന്താണ് ചെയ്യേണ്ടത്, എന്ത് ഗുളികയാണ് കൊടുക്കേണ്ടത്, അതൊക്കെ. ബട്ട് ഇറ്റ് ക്യാൻ പ്രെഡിക്റ്റ് മെനി ഓഫ് ദീസ് തിങ്സ്. ബട്ട് അതെല്ലാം റൂൾസും ലോജിക്കും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന, മനസ്സിൽ ഉപയോഗിക്കുന്ന റൂൾസ് ലോജിക്ക് ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്നുള്ള ആ രീതിയിൽ അങ്ങനെ ഒരു സിസ്റ്റം സെറ്റപ്പ് ചെയ്യുന്നതാണ്
അന്നത്തെ എക്സ്പെർട്ട് സിസ്റ്റംസ് പറഞ്ഞ സാധനം. സിംബോളിക് എന്നാണ് ടെക്നിക്കൽ പേര്, സിംബോളിക് AI. ഓക്കെ, അതാണ് സംഭവം. അത് ചെയ്തു. പക്ഷേ ഇതൊരു എല്ലാ എക്സ്പെർട്ടീസും ഒരു മാനുവലായിട്ട് നമ്മൾ ഒരാളോട് സംസാരിച്ച് അത് സിസ്റ്റത്തിൽ സെറ്റപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഇനി എൻ്റെ ഒപ്പീനിയനിൽ പ്രാക്ടിക്കൽ അല്ലായിരുന്നു. അത് തീരില്ല. അത് ഇങ്ങനെ ഒരു ഹ്യൂമൻ എക്സ്പെർട്ടീസ് അങ്ങനെ മാനുവലായിട്ട് പതുക്കെ യു കനോട്ട് ബ്രിങ് ഇറ്റ് ഇൻ. അവിടെയാണ് ഐ പേഴ്സണലി ഫീൽ വി ഫെയിൽഡ്. അങ്ങനെ ദിസ് വാസ് ഇൻ 89-90. 91 എങ്ങാണ്ടായപ്പോഴത്തേക്ക് ഒരു AI വിന്റർ ഉണ്ടായിരുന്നു. അതായത് വിന്റർ എന്താണ് സംഭവം? AI വിന്റർ എന്ന് പറഞ്ഞാൽ ഒത്തിരി കാശ് ഇൻവെസ്റ്റ് ചെയ്തു, ഒത്തിരിയും ഹൈപ്പ് ഉണ്ടായി. അന്നും ട്വിറ്റർ ഒന്നും ഇല്ലെങ്കിലും എല്ലാവരും ഇതിനെപ്പറ്റി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതിനെ പറ്റിയുള്ള ഒരു എക്സ്പെക്ടേഷൻ ഭയങ്കരമായിരുന്നു. പക്ഷെ ആ എക്സ്പെക്ടേഷൻ അനുസരിച്ച് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതാണ് ലീഡ്സ് ടു വിന്റർ. മീൻസ് എവറിഥിങ് ഗോസ് ഡൗൺ, ഇൻവെസ്റ്റ്മെന്റ് കുറയും, ആൾക്കാരെ താല്പര്യം. സ്റ്റാർട്ടപ്സിന് മാത്രമായിരുന്നു അല്ലെങ്കിൽ ഓവറോൾ അല്ല? ഈ AI ഏരിയയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരെയും ബാധിച്ചു അത്. കാര്യം കാശ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല, ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആയി, ഇത് വർക്ക് ചെയ്യത്തില്ല, ഇത് ശരിയാവില്ല, അങ്ങനെ പറഞ്ഞ് ഇതിനകത്ത് റിസർച്ച് എല്ലാ കാര്യങ്ങളും കുറഞ്ഞു. സോ ദാറ്റ്സ് വാട്ട്സ് കോൾഡ് എ വിന്റർ at the height. ഇപ്പൊ ഒരു ഹൈറ്റിൽ നിൽക്കുകയാണ്. ഇതിപ്പം പലരും പറയുന്നുണ്ട്, ഇപ്പം GPT ട്രാൻസ്ഫോമേഴ്സ് അല്ലെങ്കിൽ LLMs ആർ നോട്ട് ഡെലിവറിങ് അപ് ടു ഇപ്പൊ അങ്ങനെയായി. ഇറ്റ്സ് നോട്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് നോട്ട് ഡെലിവറിങ് അപ് ടു എക്സ്പെക്ടേഷൻ. ഒത്തിരി കാശ് ചെലവാക്കിയിട്ടുണ്ട്, ഇതിനുള്ള റിട്ടേൺസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ എങ്ങാണ് വരികയാണെങ്കിൽ ഒരു വിന്റർ പിന്നെയും വരാം. എനിക്ക് പക്ഷേ ഒരെണ്ണതിൻ്റെ ഇടയ്ക്ക് മുമ്പും കണ്ടു. എനിക്കൊരു മൂന്നാമത്തെ വിന്റർ കാണാൻ താല്പര്യമില്ല. സോ അതാണ് AI വിന്റർ. സോ അങ്ങനെ ഉണ്ടായി. ഞങ്ങളൊക്കെ പലരും പിവട്ട് ചെയ്തു, പല ഇതിൽ പോയി. ഞാന് ശരിക്കും ഒരു മലയാളി പോലെ ഓടി ഗൾഫിൽ പോയി, ദുബായിൽ പോയി പറയാം. ദുബായിലെ പോയി. അതിന് ഒരു അട്രാക്ഷൻ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു, ഫസ്റ്റ് ഗൾഫ് വാർ തുടങ്ങിയ സമയം 90 ആ സമയത്ത്. അപ്പൊ എനിക്ക് ഇത് യുദ്ധം ഒന്ന് കാണണം. ഞാൻ കല്യാണം കഴിച്ചില്ല അന്ന്. ഇങ്ങനെ എനിക്ക് എത്ര അടുത്ത് പോകാൻ പറ്റുമോ അത്ര അടുത്ത് പോകാൻ എന്നുള്ളതായിരുന്നു കാണാനായിട്ട്. അത് ദുബായ് വരെ പോകാനുള്ള ഗട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ ചെന്ന് ഒരു സോഫ്റ്റ്വെയർ അല്ല, ഒരു IT കമ്പനിയുടെ ഒരു സോഫ്റ്റ്വെയർ മാനേജറായിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നാൾ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് വേറൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു. കുവൈറ്റിലെ ക്രൗൺ പ്രിൻസിന്റെ മോളായിരുന്നു ആ സ്ഥാപനത്തിന്റെ ഹെഡ്. ഒരു അക്രോസ് GCC കൺട്രീസിലും ഉണ്ടായിരുന്നു ഒരു സ്ഥാപനം. അങ്ങനെ ഇരുന്നപ്പോഴാണ് ആപ്ടെക് എന്ന് പറഞ്ഞൊരു NITയുടെ ഒരു കോമ്പറ്റീഷനായിട്ട് ആപ്ടെക് എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ തുടങ്ങി. അത് ആപ്ടെക് ഇപ്പോഴും ഉണ്ട്. അത് രാകേഷ് ജുൻവാല എന്ന് പറഞ്ഞ പുള്ളി എന്തോന്നു മേജർ ഇൻവെസ്റ്ററിനാണ്. അത് ലിസ്റ്റഡ് കമ്പനി. പുള്ളി ആ സമയത്ത് ആപ്ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനിലായിരുന്നു. അവരുടെ ഓപ്പറേഷൻസ് വി സ്റ്റാർട്ടഡ് ബ്രിങ്ങിങ് ടു UAE. ദുബായിലും അബുദാബിയിലും ഷാർജയിലും ഒക്കെ ആപ്ടെക്കിന്റെ സെന്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ഐ വാസ് റെസ്പോൺസിബിൾ ഫോർ ദ ഓപ്പറേഷൻസ്, UAE ഓപ്പറേഷൻസ്. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഞാൻ കല്യാണം കഴിച്ചു. ഒരു കുട്ടി ഉണ്ടായി. എനിക്കൊരു മോനേ ഉള്ളൂ. ഒരു മോനുണ്ടായി. അങ്ങനെ 96 ആയപ്പോഴത്തേക്ക് ഞാൻ മടുത്തു. there's nothing to do new. I mean, I have to keep doing something. അല്ലെങ്കിൽ എനിക്ക് ബോറടിക്കും. അങ്ങനെ I decided, I convinced my family also to come back to India. Just for the audience, ഇപ്പോഴാണ് ഞാൻ ജനിച്ചത്. 1996 ജനിച്ചത്. ഇതിനു മുമ്പ് ഞാൻ most of the people ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. 1996 ഞാൻ ജനിച്ചത്. ലൈക്ക് ഐ മീൻ ഇതിനു മുമ്പ് കുറെ ആൾക്കാർ മേ ബി വാച്ച് ചെയ്യുന്ന ഓഡിയൻസ് പോലും ജനിച്ചിട്ടുണ്ടാവില്ല. മോസ്റ്റ്ലി 20-30 ഓഡിയൻസ് ആണല്ലോ, അവരൊന്നും ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ചില VCകളുടെ അടുത്ത് സംസാരിക്കുമ്പോഴും ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ചില യങ് ആനലിസ്റ്റ് കാണും അതിന്റെ കൂട്ടത്തില്, അവരും പലരും ജനിച്ചിട്ടില്ല. ഇനി എനിക്ക് കുറച്ച് റിലേറ്റബിൾ ആവും ഈ പറഞ്ഞതൊക്കെ. 96 ഞാൻ തിരിച്ചു വന്നു. 1996 ഞാൻ 6 വർഷം അല്ല 5-6 വർഷം ഉണ്ടായിരുന്നു ഗൾഫില്. പലരും വിശ്വസിക്കത്തില്ലായിരുന്നു. സാധാരണ മലയാളികൾ ഗൾഫിൽ പോയി തിരിച്ചു വരത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അവിടെ ഇരുന്നിട്ട് എന്റെ ഫീൽഡിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെ ഒരു വിമിഷ്ടം പോലെ ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഐ കെയിം ബാക്ക് ടു ആപ്ടെക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ ബോംബെ.
അവിടെ വന്നു. അവരുടെ തന്നെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, എക്സവെയർ എന്ന് പറയും. അത് സീപ്സ്, ബോംബെ സീപ്സിലായിരുന്നു, സാന്റക്രൂസ് എക്സ്പോർട്ട് പ്രോസസ് സോൺ. അന്ന് അവിടെ ഉള്ളായിരുന്നു. അതിന്റെ ഒരു മെയിൻ ഫ്രെയിം ഡിവിഷൻ ഒഴിച്ച് ബാക്കി പല സംഗതികളിലും ഐ വാസ് റണ്ണിങ് ഇറ്റ്. ഇപ്പൊ അതൊരു വലിയ കമ്പനിയായി. അവിടുന്ന് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ Y2K ഒക്കെ സമയമായിരുന്നു. ഈ Y2K എന്താണ്? അതായത് പിന്നെ നമ്മൾ ഈ സോഫ്റ്റ്വെയറിനകത്ത് ഈ ഡേറ്റ് സ്റ്റോർ ചെയ്യുമ്പോൾ DDMMYY അങ്ങനെയാണ് സ്റ്റോർ ചെയ്തത്. ഇത് ഡേറ്റ്, പിന്നെ മന്ത്, പിന്നെ ഇയർ. ഡേ, മന്ത്, ഇയർ. അപ്പൊ ഇയർ 2 ഡിജിറ്റ് ഉള്ള കാരണം 1999 കഴിഞ്ഞ് 2000 ആകുമ്പോഴത്തേക്ക് 00 വരും. ആ 00 1900 ആണോ, 1900 ആണോ, 2000 ആണോ, എന്ത് 00 ആണോന്ന് മനസ്സിലാവില്ലേ, 4 ഡിജിറ്റ്സ് ഇല്ലെങ്കിലേ. അപ്പൊ അത് കാരണം സോഫ്റ്റ്വെയർ വിൽ മിസ്ബിഹേവ് പല കാര്യങ്ങളിലും. ചിലപ്പം കാൽക്കുലേഷൻസ്, ഫോർ എക്സാമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ, ഏത് വർഷത്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളത്, ഇറ്റ് ക്യാൻ ഗോ റോങ്. എസ്പെഷ്യലി US, യൂറോപ്പിലെല്ലാം പീപ്പിൾ വെർ ടെറിഫൈഡ്. ആൾക്കാർ പറഞ്ഞു പല പ്ലെയിനൊക്കെ താഴെ വീഴും, അങ്ങനെയൊക്കെയുള്ള പല ATMs വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ കൂടുതൽ കാശ് കൊടുക്കും, അങ്ങനെയൊക്കെ പല. അങ്ങനെ ആ ഒരു 2000 മുമ്പാണ് ഈ Y2Kയുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ലോട്ട് ഓഫ് കപ്പാസിറ്റി ഈസ് റിക്വയർഡ്. അത് ചെയ്യാനായിട്ട് ഹൺഡ്രഡ്സ് ഓഫ് മില്യൺസ് ഓഫ് ലൈൻസ് ഓഫ് കോഡ് നോക്കി അതിനകത്തുനിന്ന് ഡേറ്റ് ഉള്ളിടം കണ്ടുപിടിച്ച് അത് റെക്ടിഫൈ ചെയ്യണം. അതിനുള്ള ആൾക്കാരും കപ്പാസിറ്റിയും US-ലും യൂറോപ്പിലൊന്നും ഇല്ല. അങ്ങനെയാണ് ഇന്ത്യൻ സോഫ്റ്റ്വെയർസ് കമ്പനികൾക്ക് ഒരു ബൂസ്റ്റ് കിട്ടിയത്. ഈ എല്ലാവരും കേട്ട് കാണും ഇങ്ങനെ Y2K ആണ് ഒരു ഗെയിം ചേഞ്ചർ. ആ സമയത്ത് അതായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. ഒരു ബോർ പിടിച്ച പണിയാണത് ആക്ച്വലി. ഒരു സോഫ്റ്റ്വെയറിനകത്ത് കോഡിനകത്ത് തപ്പി 2 ഡിജിറ്റ് ഉള്ളിടത്ത് 4 ആക്കുക, അല്ലെങ്കിൽ അതെങ്ങനെയും അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ലോജിക്ക് അതിനകത്ത് എഴുതി കൂട്ടുക, ഇതൊക്കെ ഒരു അല്ലറ ചില്ലറ ടൈപ്പ് പണിയാണ്. അത് ആക്ച്വലി കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഓട്ടോമേറ്റും ചെയ്തത്. ഡേറ്റ് കണ്ടുപിടിച്ച് അവിടെ അതിന് വേണ്ട റീപ്ലേസ്മെന്റും കോഡ് ചെയ്യാനുള്ളത്. സോ ആ സമയത്ത് ഐ മൂവ് ടു ഹൈദരാബാദിൽ പോയി, സെക്കൻഡറാബാദ്. അവിടെ 2 സ്റ്റാർട്ടപ്സിൽ വർക്ക് ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് US-ലെ ഒരു സ്റ്റാർട്ടപ്പിൽ, അത് .com 2000 മുമ്പേ 99 ആ സമയത്ത് .com ബബിൾ. .com എന്ന് പറഞ്ഞാൽ അതിന്റെ ഈ ടോപ്പ് ബബിളിന്റെ ഒരു ടോപ്പ് സ്റ്റേജ് ആയിരുന്നു അത്. ഇതൊന്നും ഞാൻ വിറ്റ്നസ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ മേ ബി 5 year old ആയിരിക്കും, ഇതിന് കോണ്ടെക്സ്റ്റ് ഒന്നുമില്ല. പക്ഷെ ഫോർ യു ഹു ഹാവ് വിറ്റ്നസ് ദാറ്റ് ഇൻ റിയൽ, ഹൗ വാസ് ഇറ്റ്? എങ്ങനെയായിരുന്നു അതിന്റെ? ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പുതിയ ടെക്നോളജീസ്, അന്നത്തെ ടെക്നോളജീസ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ വെബും സാസ് എന്നെല്ലാം പറഞ്ഞ ആൾക്കാർ യൂസ് ചെയ്യുന്ന പല ടെക്നോളജീസും ഉണ്ടായത് ആ സമയത്താണ്. വെബ് ആപ്ലിക്കേഷൻസ്, വെബ് ബേസ്ഡ്, പോർട്ടൽസ്, Java became very popular those days. So ഒത്തിരിയും പ്രോമിനന്റ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ ആ സമയത്ത് .com ബബിൾ ഉണ്ടായി, അത് പൊട്ടുകയും ചെയ്തു. പക്ഷെ അതിനകത്തുനിന്ന് ഉണ്ടായി വന്ന പല ടെക്നോളജീസും ഇപ്പോഴും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. സോ വെനെവർ ദീസ് ബബിൾ ആൻഡ് ബസ്റ്റ് ഹാപ്പൻസ് ഇസ് മോർ ബിസിനസ്സും എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള ബബിളും ബസ്റ്റുമാണ്. കമ്പനികളുടെ വാല്യുവേഷൻ ഹാഡ് ഗോൺ സോ ഹൈ, ഇറ്റ് വാസ് നോട്ട് സസ്റ്റൈനബിൾ. അത് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് പോവും, കാശ് ആൾക്കാരുടെ പോയി. അതിൻ്റെയുള്ള റിപ്പർക്കഷൻ ഉണ്ടായെങ്കിലും നല്ല ടെക്നോളജികൾസ് ഒന്നും പോകത്തില്ല. ദാറ്റ് വിൽ കണ്ടിന്യൂ. ബബിൾ ഉണ്ടായാലും പല കാര്യങ്ങളും ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന LLMs പല ടെക്നോളജീസും ബബിൾ ബസ്റ്റ് എന്ന് പറഞ്ഞാലും ദാറ്റ്സ് മോർ ലൈക്ക് എ ട്രെൻഡ്. ഇതിങ്ങനെ എക്സ് നമ്പർ ഓഫ് ഇയേഴ്സിൽ പ്രോബ്ലി ഇറ്റ് വിൽ കീപ് ഓൺ കമ്മിങ് ആൻഡ് ഗോയിങ്. ബിക്കോസ് ആൾക്കാരെ എക്സ്പെക്ടേഷൻസ് കൂട്ടി, വാല്യുവേഷൻസ് കൂടി, ഒരു ലെവലിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് സസ്റ്റൈനബിൾ അല്ലാതെ വന്നു കഴിഞ്ഞാൽ, റിട്ടേൺസ് കിട്ടുന്നില്ല ഉണ്ടെങ്കിൽ അത് താഴോട്ട് വരാൻ തുടങ്ങും. സോ ചിലപ്പോൾ അത് ഒത്തിരി താഴോട്ട് പോകും. അപ്പോൾ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഡെവലപ്മെന്റ് സ്ലോ ഡൗൺ ചെയ്യും. അത് പല രീതിയിലും ബാധിക്കും. പക്ഷെ നല്ല ടെക്നോളജീസ് ഒരിക്കലും പോവില്ല. അത് it will get developed and it will continue. So this happened. ആ സമയത്ത് ഞാൻ US-ൽ സിലിക്കൺ വാലിയിൽ ഉണ്ടായിരുന്നു. അവിടെ ആക്ച്വലി പോയിട്ട് പ്ലാൻ ചെയ്ത് ഇന്ത്യയിലെ ഓപ്പറേഷൻ. എനിക്ക് US-ൽ താല്പര്യമില്ലാത്ത ഒരു കക്ഷിയായിരുന്നു. അതായത് അവിടെ പോയി താമസിച്ച് അവിടെ സിറ്റിസൺഷിപ്പ് എടുക്കുക എന്നുള്ളത് എനിക്ക് if I had wanted it, I could have done it long ago. I never did that. പക്ഷെ I went there
നാട്ടില് കറങ്ങി നടന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നതാണ് എനിക്ക് താല്പര്യം. ഓക്കെ. നമ്മുടെ നാടിന് ഒരു കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ദാറ്റ് ഈ നമ്മുടെ ആൾക്കാർ അവിടെ ചെന്ന് ഇത് ചെയ്യുന്നതിന് അതിനുള്ള എൻവയൺമെന്റ് ഉള്ളതുകൊണ്ട് ആൾക്കാർ ഇതേ പ്രിഫർ ദാറ്റ്. അപ്രീസിയേഷൻ ഇസ് ദെയർ. പക്ഷെ നമുക്ക് നമ്മുടെ ഇവിടെ ഉള്ള റിസോഴ്സസ് വെച്ച് ഇഫ് യു വാണ്ട് യു ക്യാൻ ഡു തിങ്സ്. അത് പോസിബിൾ ആണ്. അത് പല എക്സാമ്പിൾസും എൻ്റെ ടീംസ് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ. Some of this work that has been done, young teams in India which has done, some of which has become like, for example, some of the work I did in a company where I worked in in the past has become a Harvard Business School case study. So ഇതൊരു ആൾക്കാരുടെ ഒരു കരിയർ മുകളിലോട്ട് പോകണം, റിസർച്ച്, നല്ല ടെക്നോളജി കമ്പനിയിൽ വർക്ക് ചെയ്യാൻ അവിടെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാന്നുള്ളത് സത്യമാണ്. ഞാനവിടെ പോയത് പ്ലാൻ ചെയ്തിട്ട് ഇന്ത്യ ആ സ്റ്റാർട്ടപ്പിന്റെ ഇന്ത്യ ഓപ്പറേഷൻസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരോട് പിടിച്ചിരുത്തി ഞാൻ അവരുടെ എഞ്ചിനീയറിംഗ് ഹെഡ് ചെയ്തു. ഫസ്റ്റ് വേർഷൻ ഓഫ് ദ പ്രോഡക്റ്റ് കെയിം ഔട്ട്. ആ പ്രോഡക്റ്റ് ഒരു .com റിലേറ്റഡ് വെബ് ആപ്ലിക്കേഷൻ പോലെ പ്രോഡക്റ്റ് അല്ലായിരുന്നു. അതൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടൂളായിരുന്നു. 10-25 വർഷം മുമ്പ് സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി കോഡ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ടൂളായിരുന്നു. ഇപ്പോഴത്തെ നമ്മൾ ലോ കോഡ്, നോ കോഡ് എന്നൊക്കെ പറയുന്ന സാധനം 10-25 വർഷം മുമ്പ്. ഫൗണ്ടേഴ്സ് രണ്ടുപേരും 2 ചെറുപ്പക്കാർ ഇന്ത്യക്കാർ തന്നെയായിരുന്നു. ഒരാൾ TCSലും ഒരാൾ ഇൻഫോസിസിലും. അവിടുന്ന് വന്നിട്ട് അങ്ങനെയുള്ള ആൾക്കാർ 2 പേരാണ്. വേറെ ഒരു വ്യത്യാസമില്ലേ. അവര് തുടങ്ങിയ കമ്പനിയാണ് സ്റ്റാർട്ടപ്പ് ആണ്. പേരെന്തായിരുന്നു? കാൽക്കി ടെക്നോളജീസ്. CALKEY കാൽക്കി ടെക്നോളജീസ്. അപ്പം അതിനകത്ത് വളരെ വലിയ സിലിക്കൺ വാലിയിലെ പല വലിയ ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിനോദ് ധാം എന്ന് പറഞ്ഞൊരു കക്ഷി, ഫാദർ ഓഫ് ദ പെൻഡിയം ചിപ്പ് എന്നാണ് പറയുന്നത്, പുള്ളിക്കാരൻ. അങ്ങനെ പലരും വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള സിലിക്കൺ വാലിയിലെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത്. ഇന്ന് IT സർവീസ് കമ്പനി എടുത്ത് കോഡ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരും. അതായത് ആൾക്കാർ കൂടുതലുണ്ടെങ്കിലേ കാശ് കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഹെഡ് കൗണ്ടും റവന്യൂവും കണക്റ്റഡ് ആണ്. ഇപ്പോഴും അത് തന്നെയാണ് സർവീസ് കമ്പനി, IT സർവീസസ് കമ്പനി. സോ ആ ഒരു 25 കൊല്ലം മുമ്പ് യു ആർ ട്രൈങ് ടു സേ കോഡ് ജനറേറ്റ് ചെയ്യാം. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് കോഡ് ജനറേറ്റ് ചെയ്യാം ഫ്രം ബ്ലൂ പ്രിന്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ. അങ്ങനെ ഒരു കമ്പനി ആയിരുന്നു. പക്ഷെ അത് ഈ .comന്റെ ബബിള് പൊട്ടിയതോടുകൂടി ആ കമ്പനിക്കും സപ്പോർട്ട് ഇല്ലാതെയായി. നല്ല കമ്പനികളും ഈ ഇങ്ങനെയുള്ള ബബിള് പൊട്ടുമ്പോൾ അതിൽ പെട്ടുപോകും. അന്ന് ആക്ച്വലി ലോ കോഡ് ഹിറ്റ് ആവേണ്ട സമയമായിരുന്നു. മേ ബി അവര് സർവൈവ് ചെയ്യായിരുന്നെങ്കിൽ. പക്ഷെ അതിനൊരു എക്സാമ്പിൾ ഉണ്ട്. ഞാൻ നാട്ടിൽ തിരിച്ചു വന്നു, ഇന്ത്യയിൽ വന്നു. എനിക്ക് അന്ന് VC ഒന്നും ഇല്ല ഇന്ത്യയിൽ. എനിക്കറിയാവുന്ന ആൾക്കാരോട് ഐ റീച്ച്ഡ് ഔട്ട് ടു ഹെൽപ്പ് ദിസ് സ്റ്റാർട്ടപ്പ്. കാര്യം എനിക്ക് ജെന്യൂൻ ആയിട്ട് ആ കമ്പനി നല്ലൊരു ഐഡിയ ആണെന്ന് തോന്നിയിട്ട്. പക്ഷേ അപ്പം ഗണേഷ് നടരാജൻ എന്ന് പറഞ്ഞ് ഞാൻ NITയിൽ ഐ നോ ഹിം ഫ്രം NIT ഡേയ്സ്. ആപ്ടെക്കിന്റെ CEO ആയിരുന്നു. പുള്ളിക്കാരനെ കോണ്ടാക്ട് ചെയ്ത് പുള്ളിക്കാരൻ പറഞ്ഞു, പുള്ളി സെൻസാർ ടെക്നോളജീസ് എന്ന് പറഞ്ഞൊരു കമ്പനി, അതായത് ICL യൂറോപ്പിലെ നമ്പർ 1 IT കമ്പനിയുടെ ഇന്ത്യ ഓപ്പറേഷൻസ് ആയിരുന്നു ICIM എന്ന് പറഞ്ഞു. ആ ICL വേൾഡ് വൈഡ് ഫുജിത്സു മേടിച്ചു. അങ്ങനെ ഒരു ഫുജിത്സു കമ്പനി ആയിരുന്നു. അങ്ങനെ അവരത് പേര് മാറ്റി സെൻസാർ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ കമ്പനിയായിട്ട് മാറി. പുള്ളി അവിടെ ആ കമ്പനിയുടെ CEO ആയിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെയാണ് ഞാൻ പുള്ളിയായിട്ട് കോണ്ടാക്ട് ചെയ്തത്. പുള്ളി പറഞ്ഞു, നീ എനിക്ക് ഡീറ്റെയിൽസ് എന്തെങ്കിലും അയച്ചതാ. അങ്ങനെയാണ് ഞാൻ പുള്ളിക്ക് ഇത് അയച്ചു കൊടുത്തു. പുള്ളി പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു CTOയുടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ആർ യു ഇൻട്രസ്റ്റഡ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇഫ് യു ഹെൽപ്പ് ദിസ് സ്റ്റാർട്ടപ്പ് ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ ജോയിനിങ്. അങ്ങനെയാണ് ഞാൻ സെൻസാറിന്റെ CTO ആയിട്ട് പൂനെയിൽ വന്നത്. So this is basically the background. So from the US I was able to ആ സ്റ്റാർട്ടപ്പിന്റെ വർക്ക് ഇന്ത്യയിൽ കൊണ്ടുവന്നു. അവരുടെ വർക്ക് സെൻസാർ ചെയ്തു. സെൻസാർ അവരുടെ ടെക്നോളജി ലൈസൻസ് ചെയ്തു. അങ്ങനെ ആ സ്റ്റാർട്ടപ്പ് ഒരു 1-2 കൊല്ലത്തിനുള്ളിൽ അവര് അത് വിറ്റു വേറൊരു കമ്പനിക്ക്. അങ്ങനെ സോ ദേ സർവൈവ്ഡ്. അത് മുങ്ങിപ്പോയില്ല ആ സ്റ്റാർട്ടപ്പ്. അങ്ങനെ ഞാൻ സെൻസാറിൽ 2001 പൂനെയിൽ വന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ചെയ്ത ചില ഇന്നോവേഷൻസ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, സെൻസാറും ആസ് എൻ IT സർവീസസ് കമ്പനി they wanted to implement this code generation thing. പക്ഷെ
ലിസ്റ്റഡ് കമ്പനിയാണ്, അതിനതിനായിട്ടുള്ള പ്രഷേഴ്സ് ഉണ്ട്. കാര്യം ഹെഡ് കൗണ്ട് കുറഞ്ഞാൽ എന്ത് പറ്റും എന്നുള്ള ഒരു റൈറ്റ്. അതുകൊണ്ട് ഒരു സെപ്പറേറ്റ് ഒരു ഡിവിഷൻ ഉണ്ടാക്കി ആ ഡിവിഷന്റെ റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നു. ഞങ്ങളൊരു ടീമായിട്ട് ഒരു 2 കൊല്ലം ശരിക്കും ബുദ്ധിമുട്ടി ജോലി ചെയ്ത് ആ സ്റ്റാർട്ടപ്പ് ഒരു ലിറ്ററലി ഒരു ഗ്രീൻഫീൽഡ് സ്റ്റാർട്ടപ്പ്. ദ ടീം ഗ്രൂ ഇറ്റ് ടു ഓൾമോസ്റ്റ് $20+ million 2 years. ഞങ്ങളത് സ്പിൻ ഓഫ് ചെയ്യേണ്ടായിരുന്നു ആ സ്റ്റാർട്ടപ്പ്. അത് ചെയ്തില്ല. അങ്ങനെയാണ് ഞാൻ വീണ്ടും സ്റ്റാർട്ടപ്പിലോട്ട് മാറിയത്. ഞാൻ അവിടുന്ന് സെൻസാർ വിട്ടു. അങ്ങനെ എൻ്റെ ഇതിനു മുമ്പിലത്തെ കോഗ്നിസ്വിച്ചിന് മുമ്പിലത്തെ സ്റ്റാർട്ടപ്പ് ഐക്കോൺ ലാബ്സ് എന്ന് പറഞ്ഞ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത് സെൻസാർ വിട്ടിട്ടാണ്. ഇത് ഏത് കൊല്ലാണ്? ഇത് 2008 ഞാൻ. അവിടെ ഒരു വേറെ ബബിൾ എന്തോ അതിടയ്ക്ക് എക്കണോമിക് ഒരു റിസഷൻ ഉണ്ടായിരുന്നു. 2007-8 ഉണ്ടായിരുന്നു. ആ റിസഷൻ അപ്പോഴത്തേക്ക് ഇന്ത്യൻ IT സർവീസസ് കമ്പനി ഓൾറെഡി ഈ Y2K നന്നായിട്ട് പോയത് കാരണം US കമ്പനീസ് വിചാരിച്ചു ഇവര് നമ്മുടെ സോഫ്റ്റ്വെയർ ഒക്കെ നന്നായിട്ട് കണ്ടിട്ടുണ്ട്. കാര്യം തപ്പി നമ്മൾ സോഫ്റ്റ്വെയർ മുഴുവൻ തപ്പി അതിനകത്ത് ഡേറ്റ് കണ്ടുപിടിച്ച് മാറ്റിയിട്ടുണ്ടല്ലോ. ഇവന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ അല്ലറ ചില്ലറ മെയിൻ്റനൻസ് സപ്പോർട്ട് അങ്ങനത്തെ പരിപാടി കൊടുക്കാമെന്നുള്ള കോൺഫിഡൻസ് അവർക്ക് ഉണ്ടായി. അത് ഓൾറെഡി അത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. റിസഷൻ വന്നെങ്കിലും റിസഷൻ വന്നതോടുകൂടി ഐ തിങ്ക് IT സർവീസസ് കമ്പനീസ് ബെനിഫിറ്റഡ് ബിക്കോസ് കൂടുതൽ ഔട്ട്സോഴ്സ് ചെയ്ത്. കാര്യം ഇവിടെ കോസ്റ്റ് കുറവായതുകൊണ്ട് അവിടുന്ന് കൂടുതൽ വർക്ക് ഇന്ത്യയിലോട്ട് വരാൻ തുടങ്ങി. ദോ റിസഷൻ വാസ് ദെയർ, ഇറ്റ് അഫക്റ്റഡ് US companies, or generally the world. I don't think IT services companies got affected. They got more business is what I feel. 2008 ആ സമയത്ത്. പക്ഷെ ആ ഒരു ധൃതിയിലാണ് ആൾക്കാർ ഇത് എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം. ഈ സോഫ്റ്റ്വെയർ കമ്പനികൾ ബാക്കിയുള്ളവർക്ക് ഓട്ടോമേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവരുടെ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സമയമില്ലായിരുന്നു. ശരി, ഏത് എഞ്ചിനീയർ എടുത്താലും ഒരു എഞ്ചിനീയർ ഒരു ഡിസൈൻ ഉണ്ടാക്കി അല്ലെ ഒരു ആർക്കിടെക്ചർ ഉണ്ടാക്കി അത് വാലിഡേറ്റ് ചെയ്ത് മോസ്റ്റ്ലി മാനുഫാക്ചറിങ് ഈസ് ഓട്ടോമേറ്റഡ്. സോഫ്റ്റ്വെയറിനകത്താണ് നമ്മൾ മാനുഫാക്ചറിങ് ഈസ് മാനുവൽ. കോഡ് നമ്മൾ കൈകൊണ്ട് എഴുതുകയാണ് കൂടുതൽ ചെയ്യുന്നത്. അത് കുറയ്ക്കാനാണ് ഇപ്പൊ ഈ ലോ കോഡ് നോ കോഡ്. ഈ ബഗ്സ് വരുന്നതും നമ്മൾ ഇത് കോഡ് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മളെ കയ്യിൽ നിന്നാണ് ഈ ബഗ്സ് കോഡിനകത്ത് കയറുന്നത്. പിന്നെ അത് വളരെ ഇന്നെഫിഷ്യൻ്റ് ഒരു പ്രോസസ്സാണ്. പിന്നെ നമ്മളത് മാനുവലായിട്ട് ആ ബഗ്സ് കണ്ടുപിടിക്കണം, അത് ഡീബഗ് ചെയ്ത് അത് കളയണം. അത് മുഴുവൻ നമ്മൾ എത്ര തപ്പിയാലും കിട്ടാത്ത ബഗ്സ് കാണും. അങ്ങനെ ഇതൊരു പ്രയോജനമായിരുന്നു സർവീസസ് കമ്പനി. കാര്യം ബഗ്സ് ഇല്ലാത്തതുകൊണ്ട് സപ്പോർട്ട് മെയിൻ്റനൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. മനസ്സിലായില്ലേ? ഒരു നല്ലൊരു ബിസിനസ് മോഡലായിരുന്നു അത്. പക്ഷേ ഐ തിങ്ക് തിങ്സ് ആർ ചേഞ്ചിങ് നൗ. അങ്ങനെയാണ് ഞാൻ ഐക്കോൺ ലാബ്സ് തുടങ്ങിയത്. അപ്പോൾ 2008 ഐക്കോൺ ലാബ്സ് തുടങ്ങിയത്. അപ്പോൾ when it was recession time, അപ്പോൾ എന്തായിരുന്നു ഐക്കോൺ ലാബ്സ്? ഐക്കോൺ ലാബ്സ് ഞങ്ങളുടെ ഒരു മെയിൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നോവേഷൻ മാനേജ്മെന്റ്. ഐഡിയാസ് കളക്ട് ചെയ്ത് ഐഡിയാസ് ജനറേറ്റ് ചെയ്യുക, ഐഡിയാസ് കളക്ട് ചെയ്തിട്ട് അത് പല സ്റ്റേജസിൽ കൂടെ കൊണ്ടുപോവുക, സപ്പോർട്ടഡ് ബൈ എ സോഫ്റ്റ്വെയർ. സപ്പോസിങ് ഒരു കമ്പനിയിലെ എംപ്ലോയീസ്, ഞങ്ങൾ ആക്ച്വലി ഐക്കോൺ ലാബ്സ് ആദ്യം തുടങ്ങിയപ്പം ഐഡിയ വാസ് ഒരു പ്ലാനറ്റ് ഐക്കോൺ എന്നുള്ള രീതിയിൽ. അതായത് ഇപ്പൊ ഒരാൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയയിൽ താല്പര്യമുള്ള പല ആൾക്കാർ കാണും. എല്ലാവരുടെയും കയ്യിൽ കാശ് വേണമെന്നില്ല. അപ്പൊ ഞാൻ ആ വി സി ഇൻവെസ്റ്റ്മെന്റ് ആ ഒരു സിറ്റുവേഷൻ കണ്ടിട്ടാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി ആലോചിച്ചത്. ആൾക്കാരുടെ ഐഡിയ എടുത്തിട്ട് എവിടെയെങ്കിലും അവർക്കത് ഓൺലൈൻ അത് ഷോക്കേസ് ചെയ്യാൻ പറ്റിയാൽ ആ ഐഡിയയിൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ആൾക്കാർ, ചിലർക്ക് പിന്നെ ടെക്നോളജി കഴിവായിരിക്കും, ചിലർക്ക് ഫൈനാൻഷ്യൽ കഴിവുകൾ, മാർക്കറ്റിംഗ് കഴിവുകൾ, പിന്നെ ചിലപ്പോൾ കാശുള്ളവരും കാണുമായിരിക്കും. ബട്ട് ഐഡിയ വാസ് ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് an idea doesn't necessarily require too much money. Right. It requires inputs from lot of people to participate and refine that idea and maybe create a MVP, something. Maybe create a financial plan, maybe create a marketing, go to market. ഇപ്പൊ നമ്മൾ GTM എന്ന് പറയുന്ന പോലെ ഇതിന് വേണ്ട സംഗതികൾ
ഒരാളെ ചിലപ്പോൾ ഐഡിയ ഉള്ള ആള് ടെക്നോളജി ആളായിരിക്കും, അല്ലെങ്കിൽ ഡൊമെയിൻ എക്സ്പേർട്ട് ആയിരിക്കും. അപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ടെക്നോളജിയിൽ സോഫ്റ്റ്വെയർ ആൾ വേണ്ടി വരും, ഫൈനാൻഷ്യൽ സപ്പോർട്ട് വേണ്ടി, ഫൈനാൻഷ്യൽ എക്സ്പെർട്ടീസ് ഉള്ള ആൾക്കാർ, അന്നൊക്കെ ബിസിനസ് പ്ലാൻ ഉണ്ടാക്കി കൊടുക്കണം 3 കൊല്ലത്തെ 5 കൊല്ലത്തെ ഒക്കെ. സോ ഇങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ആൾക്കാർക്ക് സമയമുണ്ട്? അതായത് ഞങ്ങൾ നോക്കിയപ്പം ഓപ്പൺ സോഴ്സ് വാസ് വെരി പ്രോമിനന്റ് ആൻഡ് ഓൾറെഡി ബിക്കം വെരി പോപ്പുലർ. അപ്പോൾ ഓപ്പൺ സോഴ്സിൽ ആൾക്കാർ എന്തുകൊണ്ട് അവരുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു? കാശൊന്നും ഇല്ല അതിനകത്ത്. പീപ്പിൾ ആർ ഇൻവെസ്റ്റിംഗ് ദർ ടൈം. ഈ സമയം, ഇതിൽ കുറച്ച് സമയം ക്യാൻ വി മേക്ക് പീപ്പിൾ ഇൻവെസ്റ്റ് ഇൻ അതർ പീപ്പിൾസ് ഐഡിയാസ്. അതായത് ഞാൻ ഇപ്പം ഓപ്പൺ സോഴ്സ് ഒരു കോഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഐ എം റൈറ്റിംഗ് കോഡ് ഫോർ സബ്മിറ്റിംഗ് കോഡ്, അല്ലെങ്കിൽ ഐ എം ടെസ്റ്റിംഗ് ഇറ്റ്, അല്ലെങ്കിൽ ഐ എം കമ്മിങ് അപ്പ് വിത്ത് സംതിങ്. ഇങ്ങനെ നമ്മളെ സമയം കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ആ സെയിം ഇൻവെസ്റ്റ്മെന്റ് വേറൊരാളുടെ ഐഡിയ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ ക്യാൻ വി ഗെറ്റ് ഒരു ഓൺലൈൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് അവിടെ ആൾക്കാരുടെ ഐഡിയാസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെ ആൾക്കാരുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു പ്ലാനറ്റ് ഐക്കോണിന്റെ ഐഡിയ. അത് ഒരു 2007 ഉണ്ടായപ്പോൾ ഞങ്ങൾ തുടങ്ങി. അത് 2008 ഇറ്റ് ബിക്കെയിം നോൺ. പല ഐഡിയാസും പ്ലാറ്റ്ഫോമിൽ വന്നു. ഞങ്ങൾ ഒരു കാര്യം റിയലൈസ് ചെയ്തത്, മോണിറ്റൈസ് ചെയ്ത് ഇത് സമയമെടുക്കും, ഇത് ഞങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ ഇത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. വി വർ ട്രൈങ് ടു ടോക്ക് ടു പീപ്പിൾ ടു ഗെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. അത് അധികം VCs ഒന്നും ഇല്ല, ഉള്ളവരെ കൊണ്ട് വി വർ ടോക്കിംഗ് ടു പീപ്പിൾ. പക്ഷേ വി കുഡൻ ഗെറ്റ് സപ്പോർട്ട്. പക്ഷെ നാസ്കോം വന്നു പ്ലാറ്റ്ഫോമിൽ. നാസ്കോം ഇന്നോവേഷൻ കൗൺസിൽ എന്ന് പറഞ്ഞ് ഗണേഷ് അതിന്റെ ഹെഡായിരുന്നു. കുറെ ഐഡിയാസ് വന്നു, ടെസ്റ്റിംഗ് റിലേറ്റഡ് ഐഡിയാസ് വന്നു. അവിടെ സെൻസാറും TCSലെ സ്റ്റാഫും വിപ്രോയിലെ സ്റ്റാഫും അങ്ങനെ പലരും കൂടി കൊളാബറേറ്റ് ചെയ്ത് പല സംഗതികളും ചെയ്തിട്ടുണ്ട്. ഒരു ടെസ്റ്റിംഗ് ഫ്രെയിംവർക്കിന്റെ ഒരു 3, 4, 5 റിലീസ് പല കമ്പനികളും കൂടെ കൊളാബറേറ്റ് ചെയ്ത് ഇതിന്റെ പുറത്ത് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അതായത് ഒറിജിനലി കോമ്പീറ്റ് ചെയ്യുന്ന കമ്പനികളാണ് TCS, വിപ്രോ, ഇൻഫോസിസ്. പക്ഷെ അവരുടെ എംപ്ലോയീസ് കെയിം ടുഗദർ ആൻഡ് വർക്ക്ഡ് ഓൺ. സോ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ സാധനത്തിന് ഇറ്റ്സ് നോട്ട് എ ഡിഫറൻഷിയേറ്റർ. എല്ലാവർക്കും ടെസ്റ്റിംഗ് ടൂൾസ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യണം. ഒത്തിരിയും ടെസ്റ്റിംഗ് ടൂൾസിന് ഒത്തിരിയും കാശ് ഫോറിൻ കമ്പനീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് പകരം നമ്മുടെ ഐഡിയാസ് വെച്ചിട്ട് ഒരു വൈ ഡോണ്ട് വി ഇന്നോവേറ്റ് ഓൺ ദാറ്റ്? സോ എന്നിട്ട് എവറിബഡി ഷെയർസ് ഇറ്റ് ലൈക്ക് എൻ ഓപ്പൺ സോഴ്സ്, റൈറ്റ്? പിന്നെ ഒരു the other one I remember is a group of people from different parts of the world came together. സെക്സ് വർക്കേഴ്സിന് വേണ്ടി ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. അവർ മൈഗ്രന്റ് കമ്മ്യൂണിറ്റിയാണ്. അവർ പലയിടത്തും മാറും, അങ്ങനെ പലയിടത്തോട്ടും പോകും. അപ്പം ഇവരുടെ ഹെൽത്ത് റെക്കോർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒരു സ്റ്റാൻഡേർഡ് ഒരു ഹെൽത്ത് റെക്കോർഡ് എടുത്തിട്ട് അതിനെ മോഡിഫൈ ചെയ്ത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു പ്രോജക്റ്റ് ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ കുറെ അധികം പ്രോജക്ട്സ് ഉണ്ടായി. പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. കാര്യം ഞങ്ങൾക്ക് കാശ് വേണമായിരുന്നു ചെയ്യാൻ. ഇതിനകത്തൊരു മോഡൽ എന്താണെന്ന് വെച്ചാല്, ഈ ഐഡിയ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് they can become actually participants, like a co-founder, like a founding member. Eventually, if the idea starts growing, you end up becoming like a partner or a co-founder or a founding member. So the initial team also gets formed, and then you can commercialize it. Meaning, then you form a company, maybe private limited company, maybe US company, whatever, and then actual funding can happen, whatever. So this platform is supposed to incubate an idea using the time, effort of other people who are interested in the idea, and some of those people end up being the core team. Basically, a co-founder kind of finding platform. But starting with the idea itself, working together. Makes sense. So that becomes a very അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ അത് വർക്ക് ചെയ്യുക, അത് സപ്പോർട്ട് ചെയ്യാൻ കാശില്ല കാരണം we reduced it and said, can we make a commercial product out of this? Okay. അത് കമ്പനികളുടെ അകത്ത്, വേൾഡ് അല്ല, അതിന്റെ ഒരു സബ്സെറ്റ്. കമ്പനിയിലെ എംപ്ലോയീസ്, പിന്നെ സം കസ്റ്റമേഴ്സ്, പാർട്ട്നേഴ്സ്, ഇവർക്കൊരു എൻവയൺമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ can you come up with ideas which can make the company products better, service better, അല്ലെങ്കിൽ come up with new products, new services.
അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് മാറ്റി. അങ്ങനെയാണ് വേർവ് എന്ന് പറഞ്ഞ് VERVE ഓക്കെ എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് ഞങ്ങൾ തുടങ്ങിയത്. അതിന് നല്ല കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ട് ആയിരുന്നു. ഫ്ലിപ്കാർട്ട് അവര് ടിൽ ദേ ഗോട്ട് അക്വയർഡ് ആ സമയം വരെ ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്ലിപ്കാർട്ട് ഗോട്ട് അക്വയർഡ്. വാൾമാർട്ട് ആണല്ലോ ഫ്ലിപ്കാർട്ട് മേടിച്ചത്. ഫ്ലിപ്കാർട്ട് മേടിക്കുന്നിടം വരെ അതുവരെ ഫ്ലിപ്കാർട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ആ പ്രോഡക്റ്റ്. പല ഐഡിയാസും എസ്പെഷ്യലി ഞാൻ ഓർക്കുന്നുണ്ട്, അന്നൊക്കെ നമുക്ക് സച്ചിനെയും പിന്നെയൊക്കെ ഫ്ലോറിൽ കാണാൻ പറ്റുന്ന സമയമാണ്. യുൽ ബംപ് ഇൻ ടു ദം. കാര്യം അവര് ദേവർ സോ പ്രസന്റ്. അങ്ങനത്തെയുള്ള സമയത്താണ് മിന്ത്ര എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒത്തിരി മൊബൈൽ ഫസ്റ്റ് ഐഡിയാസ് എല്ലാം ഈ പ്ലാറ്റ്ഫോമിൽ കൂടെയാണ് അവർ ജനറേറ്റ് ചെയ്തത്. ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അതൊരു അവരെ ഞങ്ങളുടെ ഈ പ്രോഡക്റ്റ് വേവ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അവരുടെ ഇൻട്രാനെറ്റിൽ ഇന്റഗ്രേറ്റ് ചെയ്തായിരുന്നു. അപ്പൊ നമ്മുടെ ഒരു ഇൻട്രാനെറ്റ്, ഒരു കമ്പനിയുടെ ഇൻട്രാനെറ്റ് ഇല്ലേ, ഇറ്റ്സ് ലൈക്ക് എ പോർട്ടൽ, എംപ്ലോയി പോർട്ടൽ അല്ലെ കമ്പനീസ് ഇന്റേണൽ പോർട്ടൽ. ആ പോർട്ടലിനകത്ത് ഈ ഐഡിയ ക്യാപ്ചറിങ്, ഐഡിയ ജനറേഷൻ കേപ്പബിലിറ്റീസ് പ്ലഗ് ഇൻ ചെയ്തു. അപ്പോൾ എംപ്ലോയീസ് വിൽ കം, ദേ വിൽ ഷെയർ സം ഐഡിയ, ഐ എം ഫേസിംഗ് ദിസ് പ്രോബ്ലം, ആൻഡ് somebody might say, I am facing the problem, and then someone says, I have an idea, why don't we do this? Or customers are asking for this. അങ്ങനെയുള്ള എല്ലാം ഒരു യൂണിഫൈ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് പിന്നെ അതിന് ആൾക്കാർക്ക് ഒരു യു ക്യാൻ മേക്ക് എ സ്പെഷ്യൽ പ്ലേസ് ഫോർ ഇറ്റ്. അവിടെ ആൾക്കാർക്ക് ക്യാൻ കം ഇൻ ആൻഡ് ക്രിട്ടിസൈസ് ദ ഐഡിയ ഓർ ക്രിട്ടിക് ഓർ കോംപ്ലിമെന്റ് ഓർ ആഡ് ടു ദ ഐഡിയ. എന്നിട്ട് ആ ഐഡിയ ഒരു സ്റ്റേജിൽ വരിക. എന്നിട്ട് ഐഡിയാസിന്റെ പുറത്ത് വോട്ട് ചെയ്യാം, നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം ഐഡിയ. പലരും എക്സ്പെർട്സ് ഇവാലുവേറ്റ് ചെയ്യും, നോർമൽ എംപ്ലോയീസ് ഇവാലുവേറ്റ് ചെയ്യും, വാട്ട് എവർ, അതിനൊക്കെ സ്പെഷ്യൽ വെയിറ്റേജ് കൊടുക്കാം. എന്നിട്ട് ടോപ്പ് ഐഡിയാസ് ഒരു ഏരിയയിൽ ഒരു തീമിൽ ടോപ്പ് ഐഡിയാസിനെ സെലക്ട് ചെയ്തിട്ട് അടുത്ത സ്റ്റേജിലോട്ട് പോവുക. അടുത്ത സ്റ്റേജ് വിൽ ബി ലൈക്ക് മേക്കിംഗ് എ പ്രോട്ടോടൈപ്പ്, അല്ലെങ്കിൽ കമ്മിങ് അപ്പ് വിത്ത് മോർ സ്പെക്സ്. അത് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഗോസ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ് വേർ യു മേക്ക് എ MVP ഓർ മേക്ക് എ പ്ലാൻ ഫോർ ഇംപ്ലിമെന്റേഷൻ, ലിമിറ്റഡ് ഇംപ്ലിമെന്റേഷൻ. അതിൽ കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട്സ് മോണിറ്റർ ചെയ്തിട്ട് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കമ്പനി വിൽ ഡിസൈഡ്, ഓക്കെ ഇതിനകത്തെ 3-4 പ്രോജക്റ്റ് കൺട്രോൾഡ് റോൾ ഔട്ട്. അങ്ങനെ ഒരു സ്റ്റേജ് വൈസ്, ഗേറ്റഡ് സ്റ്റേജ് വൈസ് ടേക്കിംഗ് ഐഡിയ, ചുമ്മാ ഒരു ഐഡിയ, ഒരു പ്രോബ്ലം, അതിനോടുള്ള ഒരു ഐഡിയ എടുത്തിട്ട് അതിലെ നല്ല ഐഡിയാസിനെ ഒരു പല സ്റ്റേജുകളിലൂടെ കൊണ്ടുപോയിട്ട് ഒരു ഫൈനൽ ഇംപ്ലിമെന്റേഷൻ അക്രോസ് എ കമ്പനി. അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഐ തിങ്ക് വീണ്ടും ഒരു എന്റർപ്രണർഷിപ്പ് ബഗ് കിക്ക് ഓൺ ചെയ്ത് ബാക്ക് 2017 ഐ റിമെമ്പർ. അതെന്താ വെച്ചാല് ഇത് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഇത് നല്ല റവന്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എത്ര റവന്യൂ ഉണ്ടായിരുന്നു? ലൈക്ക് അറൌണ്ട് I think between Sensor and Flipkart and Nascom and so many other customers we would have been making $300,000 a year kind of, or more kind of thing. So definitely 300 alla 300 എന്ന് പറഞ്ഞാൽ അന്ന്, so like in maybe 60-70 lakhs ആയിരുന്നു ഒരു ഇനീഷ്യൽ സ്റ്റേജസിൽ. പിന്നെ ഐ തിങ്ക് വി വുഡ് ഹാവ് ഹിറ്റ് സംതിങ് ലൈക്ക് couple of crores kind of thing. So we were positive. Team was not very big. We were profitable. We had no worries because and usage was growing. It was not like a hockey stick growth, but we were happy with what was going on. പക്ഷേ 2017-18 ആ സമയത്ത് Google came out with that attention is all you need, that famous paper on transformers, a new architecture for artificial AI models. For the audience, എന്താണ് അതൊരു സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ പേപ്പർ ആണല്ലോ മേ ബി ചേഞ്ച് ഓൾ ദ. അതെ, ഒരു ഓൾറെഡി there was a lot of work going on in machine learning. പക്ഷേ ഇതൊരു ട്രാൻസ്ഫോമേഴ്സിനകത്ത് ഈ ലോങ്ങർ സീക്വൻസ് ഓഫ് പാറ്റേൺസ് അറ്റ് ദ സി, അതിന്റെ അറ്റൻഷൻ മാനേജ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി. ദേ കേം അപ്പ് വിത്ത് ആൻ ഇന്നോവേറ്റീവ് വേ ഓഫ് മാനേജിങ് ദാറ്റ് അറ്റൻഷൻ. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ട്രാൻസ്ഫോമർ എന്താ? ട്രാൻസ്ഫോമറിനെ ഒരു എഐയുടെ ഒരു ആർക്കിടെക്ചർ, ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ എന്ന് ഇപ്പം ഈ നമ്മുടെ
OpenAIയുടെ ChatGPT എന്ന് പറഞ്ഞാൽ it's based on it's a version of the transformer model. Okay. Transformers basically is a specific architecture for the current crop of AI. Like an LLM is the core of an LLM is a transformer architecture. So അത് വന്ന സമയത്ത് ഒരു attention, അതായത് ഒരു longer span of data when it passes through ഒരു neural ഒരു നെറ്റ്വർക്ക് കൂടെ ഡേറ്റ പാസ് ചെയ്യുമ്പോഴത്തേക്ക് പ്രീവിയസ് ലേയേഴ്സിൽ കൂടെ വന്ന ഡേറ്റ അറ്റൻഷൻ വാസ് മാനേജിങ് ദറ്റ് അറ്റൻഷൻ ബിക്കോസ് വെൻ യു ഹാവ് എ ലോങ്ങർ സ്പാൻ ഓഫ് ഡേറ്റ ഹൗ ഡു യു എൻഷുർ ദാറ്റ് ദ പാസ്റ്റ് യു ഗെറ്റ് ടു ഓൾസോ ഹാവ് അറ്റൻഷൻ ഓൺ വാട്ട് വാസ് ഇൻ ദ പാസ്റ്റ് ലേയേഴ്സ് റൈറ്റ് അതൊരു യുണീക് വേ ഓഫ് ഡൂയിങ് ഇറ്റ്. ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് തിങ് ടെക്നോളജി വൈസ്, പക്ഷേ ഒരു ഇന്നോവേറ്റീവ് വേ ഓഫ് മാനേജിങ് ടു മേക്ക് AI models, അന്നുണ്ടായിരുന്ന AI models to become much exponentially better. ഒരു എക്സ്പോണൻഷ്യൽ ജമ്പ് ആയിരുന്നു അത് ആ കേപ്പബിലിറ്റിയിൽ അത് വന്നപ്പോൾ. അത് കണ്ടപ്പോ ലൈക്ക് വാട്ട് വാസ് യുവർ ഇംപ്രഷൻ? ലൈക്ക് മേ ബി ബാക്ക് ഇൻ 80s you tried something similar. So I started seeing capabilities. അതിനു മുമ്പ് people were using like, so the Google came out with ഒരു model called BERT. Okay. BERT. സോ അതും T is for transformer, എല്ലാം ട്രാൻസ്ഫോമർ ആണ്. സോ ഇതിനകത്ത് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ പണ്ട് അതിനു മുമ്പ് നമ്മൾ ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്സ് പലതും ഉണ്ടായിരുന്നു. മെഷീൻ ലേണിംഗ് ഓൾസോ വാസ് യൂസ്ഫുൾ. പ്രീവിയസ് മോഡൽസ് വെയർ യൂസ്ഡ് ഫോർ മാനേജിങ് നാച്ചുറൽ ലാംഗ്വേജ്. അതായിരുന്നു എൻ്റെ ഇൻട്രസ്റ്റ്. കാര്യം എന്ന് വെച്ചാൽ ഹ്യൂമാനിറ്റി ബേസിക്കലി ഷെയർസ് നോളജ് ഇൻ നാച്ചുറൽ ലാംഗ്വേജ്. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന പോലെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ നാച്ചുറൽ ലാംഗ്വേജിൽ ഇന്ററാക്ട് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ നോളജോ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയതോ പഠിച്ചതോ ഷെയർ ചെയ്യുന്നത്. അതൊന്നീ സ്പോക്കൺ ആയിരിക്കും അല്ലെങ്കിൽ റിട്ടേൺ ആയിരിക്കും. കമ്പനികളിലൊക്കെ പല കാര്യങ്ങളും റിട്ടേൺ ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സോ ഈവൻ നോളജ് പല നമ്മുടെ ഇപ്പൊ ഓപ്പൺ സോഴ്സ് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഓപ്പണായിട്ട് പറയുകയാണ്. അത് കണ്ടിട്ട് അത് ഉപയോഗിച്ചിട്ട് ആൾക്കാർ അതിന്റെ പുറത്ത് ഇന്നോവേറ്റ് ചെയ്ത്, സോ യു ആർ ആക്ച്വലി ബിൽഡിംഗ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് other people's work. So people are sharing knowledge and people working on that. So എനിക്കിത് കണ്ടപ്പോൾ ഉള്ളത് എന്ന് വെച്ചാൽ മാനുവലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ലേറ്റ് 80s ടേക്കിംഗ് നോളജ് ആൻഡ് പുട്ടിങ് ഇറ്റ് മാനുവലി ഒരു നല്ല സിസ്റ്റം ആയിരുന്നു. പക്ഷെ ആ സിസ്റ്റത്തിനകത്ത് നമ്മൾ മാനുവലി ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഇത് വന്നപ്പോ I started seeing increased possibility of automating gathering of knowledge. ഇപ്പോൾ ഒരു വേർഡ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ്, ഒരു കോണ്ടന്റ് സംവെയർ ഇൻ നാച്ചുറൽ ലാംഗ്വേജ്, അതായത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ മലയാളമോ എന്ത് ആയിക്കട്ടെ, പക്ഷെ നാച്ചുറൽ ലാംഗ്വേജിൽ അതിനകത്തുനിന്ന് നോളജ് ക്യാപ്ചർ ചെയ്തെടുക്കാനായിട്ട് ഓട്ടോമേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ബുദ്ധിമുട്ടിയ പോലെ ഇപ്പൊ ഒരു ഡോക്ടർ ഒരു പേജിൽ പറയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി ഞാൻ സാറിന് ഒരു പേഷ്യന്റ് വന്നാൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും അത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ടൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ മോഡൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് അത് എക്സ്ട്രാക്ട് ചെയ്യാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ആള് വരുമ്പോഴത്തേക്ക് ഒരു പേഷ്യന്റ് ഇസ് ഒരു കോൺസെപ്റ്റ്. പേഷ്യന്റ് വന്ന പേഷ്യന്റിന് എന്താണ് കുഴപ്പം മനസ്സിലാക്കി, ടെമ്പറേച്ചർ ഉണ്ടോ അല്ലെങ്കിൽ ദേഹം വേദനയുണ്ടോ, അതുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ഈ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തൊന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ ആ ജോലി ആയിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി, മാനുവലായിട്ട് ഏറ്റവും തീർക്കാൻ പറ്റാത്ത ജോലി. അതുമായിരുന്നു വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഈ എക്സ്പേർട്ട് സിസ്റ്റം ഫെയിൽ ചെയ്യാനായിട്ട്. എനിക്കുള്ള ഇൻട്രസ്റ്റ് ഇത് കണ്ടപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പല ഇതുപോലുള്ള ഡോക്യുമെന്റഡ് സോഴ്സസിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് അതിനകത്തുനിന്ന് നോളജ് ഓട്ടോമാറ്റിക്കലായിട്ട് പിക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ? എടുത്തു കഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് ഷെയർ ചെയ്യാനായിട്ട് ഇപ്പോൾ പുതിയ because now you can then spread it across, right? AI can make use of it. ആ രീതിയിലായിരുന്നു ഞാൻ ചിന്തിച്ചു തുടങ്ങിയ ആ സമയത്ത്. അതായത് ഈ കേപ്പബിലിറ്റി കൊണ്ട് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമോ ഈ എക്സ്ട്രാക്ഷൻ? എടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല സിസ്റ്റത്തിൽ ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സിനും
നോൺ ഹ്യൂമൻ ബീങ്സിന് ഉപയോഗ രീതിയിൽ അത് സെറ്റപ്പ് ചെയ്യാൻ പറ്റുമോ, ആ ഒരു പ്രോബ്ലം ആയിരുന്നു ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിൽ ഇൻട്രസ്റ്റ് വന്നു. അപ്പോൾ ബേർട്ട് കഴിഞ്ഞ് GPT വന്നു, അത് ഓപ്പൺ സോഴ്സ് ആയിരുന്നു. GPT-2 വന്നു, അത് ഓപ്പൺ സോഴ്സ് ആയിരുന്നു. GPT-3 വന്നപ്പം അത് ക്ലോസ് സോഴ്സ്ഡ് ആക്കി. അത് അവർ ഓപ്പൺ സോഴ്സ് ചെയ്തില്ല. എനിക്കൊന്ന് മാനേജ്മെന്റ് അവരുടെ ഇടയിലെ തിങ്കിങ്, ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് കേട്ടല്ലോ, പല കോൺഫ്ലിക്ട്സ് ഉണ്ടായിരുന്നു. സപ്പോസ് ടു ബി ഓപ്പൺ ഫോർ ദ ഗുഡ് ഓഫ് എവറിബഡി. അതിപ്പോഴും മാനിഫെസ്റ്റ് അത് തന്നെയാണ് അവരുടെ. പക്ഷേ അതിനകത്തൊരു മോണിറ്റൈസേഷൻ ഉള്ള ഒരു തിങ്കിങ് വന്നു. പീപ്പിൾ ലൈക്ക് സാം ഓൾട്ട്മാൻ, വൈ കോമ്പിനേറ്ററിന്റെ CEO ആയിരുന്നു പുള്ളി. He looked at it as, how can I create value out of it? And there are a set of people who are researchers, അങ്ങനെയുള്ള ആൾക്കാർ, how can we create, expand this for the good of humanity without danger to humanity. ഇത് രണ്ടും ഒരു സംഗതി തന്നെയാണ്. വാല്യൂ ക്രിയേറ്റ് ചെയ്താൽ, if you create value for something, people will pay for it. ആരെയും നിർബന്ധിക്കേണ്ട കാര്യമില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് ഓൾസോ നോട്ട് എഫക്ട്. ഇപ്പം ഒരു നല്ല കാര്യം, ഇപ്പം ന്യൂക്ലിയർ ടെക്നോളജി can be good and bad. ഈ two sides of the coin, same coin. AI is the same thing. It can also, bad things can also happen. That doesn't mean good things won't happen. But when you do good things, so I think there were some internal challenges that they had. But anyway, they did not, at that time they said, ഇത് ഓപ്പൺ സോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ആൾക്കാർ അത് മിസ്യൂസ് ചെയ്യും എന്നുള്ള ഒരു കാരണത്താലാണ് അത് ക്ലോസ് സോഴ്സ് ചെയ്തത്. പക്ഷെ പലരും അത് വിശ്വസിച്ചില്ല. ഇപ്പൊ now it is proven that they closed source because maybe they had an idea to monetize whatever. So invite only ആയിരുന്നു ആക്സസ്. ഞങ്ങളപ്പം ആ സമയത്താണ്, അപ്പോൾ ഓൾറെഡി ഐക്കോൺ ലാബ്സിലെ ഇൻവെസ്റ്റേഴ്സിനെ ഞങ്ങൾ കൺവിൻസ് ചെയ്തിട്ട് വി ഹാഡ് സ്റ്റാർട്ടഡ് വളരെ ചെറിയ തോതിലൊരു സ്റ്റെൽത്ത് ഒരു പ്രോജക്റ്റ് പോലെ ഐക്കോൺ ലാബ്സിനകത്ത് തന്നെ തുടങ്ങി. അങ്ങനെയാണ് അതാണ് കോഗ്നിസ്വിച്ചിന്റെ ബർത്ത്. കോഗ്നിസ്വിച്ച്.ai അതാണ് ഇപ്പോഴത്തെ എൻ്റെ സ്റ്റാർട്ടപ്പ്. അതിന്റെ തുടക്കം അങ്ങനെയായിരുന്നു. അങ്ങനെ ഓപ്പൺ എഐക്ക് ഒരു ചെറിയൊരു പാരഗ്രാഫ് അയച്ചു, ഇതാണ് ബിക്കോസ് അല്ലെങ്കിൽ അവർ ആക്സസ് തരില്ല. അവരടുത്ത് പറയണം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ പറഞ്ഞു ഇതാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അത് പറഞ്ഞപ്പോഴത്തേക്ക് അവർ ആക്സസ് തന്നു. അപ്പോൾ അത് GPT-3 വന്ന സമയം മുതൽ തന്നെ ഓൾമോസ്റ്റ് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ദാറ്റ് വി ഗോട്ട് ആക്സസ്. അന്ന് മുതൽ ഇന്ന് വരെ വി ബീൻ വർക്കിംഗ് ഓൺ ഡിഫറെന്റ് വേർഷൻസ് ഓഫ് ഓപ്പൺ എഐയുടെ പ്രൊഡക്ട്സ്, അതർ ഓപ്പൺ സോഴ്സ് പ്രൊഡക്ട്സ്. ഇതുകൊണ്ടൊക്കെ ഞങ്ങൾ കണ്ട കോഗ്നിസ്വിച്ചിന്റെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഹസ് ബീൻ ഇതിന് പല കേപ്പബിലിറ്റി ഉണ്ട്. വൺ ഓഫ് ദ മെയിൻ കേപ്പബിലിറ്റീസ്, എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന് ഒത്തിരി ഡേറ്റ ഉപയോഗിച്ചിട്ട് ട്രെയിൻ ചെയ്തിട്ട് ഡേറ്റ കണ്ടിട്ടുണ്ട്, അതിന്റെ പാറ്റേൺസ് ഒക്കെ അതിനറിയാം. അത് ഉപയോഗിച്ചിട്ട് അത് പുതിയ കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പല പല കാര്യങ്ങൾ അതിന് ഡൗൺ സ്ട്രീം ചെയ്യാം. ഒരു മോഡൽ തന്നെ പല കാര്യങ്ങൾ ചെയ്യാൻ ആ കഴിവുള്ള ഒരു മോഡലാണ്. ഒരു മോഡൽ തന്നെ പല സംഗതികൾ ചെയ്യാം, പല പല മോഡൽ വേണ്ട. ആ കേപ്പബിലിറ്റിയാണ് ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ നോക്കിയപ്പോൾ ഈ പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉപയോഗിച്ചിട്ട് ഈ നാച്ചുറൽ ലാംഗ്വേജ് കോണ്ടന്റ് മൈൻ, അതായത് അതിൽ നിന്ന് നമുക്ക് വേണ്ട നോളജ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റിയാൽ അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഉപകാരമുണ്ടെന്ന് ഉള്ള തോന്നലുണ്ടായിരുന്നു. അതാണ് കോഗ്നിസ്. സോ കോഗ്നിസ്വിച്ചിന്റെ വിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ടീമിന്റെ നോളജ് ഓട്ടോമാറ്റിക്കലി എക്സ്ട്രാക്ട് ചെയ്ത് അതിന്റെ ഒരു ഡിജിറ്റൽ ട്വിൻ ഉണ്ടാക്കുക. ഡിജിറ്റൽ ട്വിൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് മാനുഫാക്ചറിങ് കമ്പനീസിനൊക്കെ അറിയാം. ഇപ്പൊ ബോയിങ്ങിന്റെ അല്ലെങ്കിൽ എയർബസിന്റെ എല്ലാ എഞ്ചിന്റെയും ഒരു ഡിജിറ്റൽ ട്വിൻ ഉണ്ട്, എയർക്രാഫ്റ്റ് എഞ്ചിന്റെ. അതായത് ആ എഞ്ചിനെല്ലാം സെൻസേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കംപ്ലീറ്റ് ഓപ്പറേറ്റിംഗ് പാരാമീറ്റേഴ്സ് അതിന്റെ ഒരു ഡിജിറ്റൽ ട്വിന്നിൽ നമുക്ക് ആക്ച്വലി കാണാം. ഇതിന്റെ ഓരോ പാരാമീറ്റേഴ്സും മോണിറ്റർ ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ട്വിനിൽ കാണാം. അത് വെച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം ഇതിന് എന്തെങ്കിലും കുഴപ്പം വരുമോ, മെയിൻ്റനൻസ് വരുമോ, അല്ലെങ്കിൽ എന്താണെന്നുള്ള, അല്ലെങ്കിൽ എപ്പോൾ ചെയ്യണം മെയിൻ്റനൻസ്. സോ എവറി ഫിസിക്കൽ പ്രോഡക്റ്റ് ക്യാൻ പൊട്ടൻഷ്യലി ഹാവ് എ ഡിജിറ്റൽ ട്വിൻ. പക്ഷേ ഞങ്ങളുടെ ഐഡിയാസ് നോളജ് ഈസ് ഓൾസോ എൻ അസെറ്റ്. ആ അസെറ്റിന്റെ ഒരു ഡിജിറ്റൽ ട്വിൻ ഉണ്ടാക്കാമെങ്കിൽ
ഇന്ന് നമ്മുടെ കയ്യിലാണ് അതിരിക്കുന്നത്. പിന്നെ കമ്പനികളിലൊക്കെ ആണെങ്കിൽ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള സോഴ്സിൽ നിന്ന് നമ്മളത് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന്റെ ഇൻപുട്സും എടുക്കുകയാണെങ്കിൽ ആ ഒരു ഡിജിറ്റൽ ട്വിൻ ഉപയോഗിച്ച് ഹ്യൂമൻ ബീയിങ്സിനും, അതായത് ഇപ്പം നമ്മുടെ ഒരു സ്ഥാപനത്തിലൊരു പുതിയ മെമ്പർ ജോയിൻ ചെയ്യണം, എംപ്ലോയി വരികയാണെങ്കിൽ അവർക്കും ഇതിന് പ്രയോജനം ഉണ്ടാകും. കാര്യം ദേ ക്യാൻ ഓൾസോ ലെവറേജ് ദിസ്, ദേ ക്യാൻ ബി സപ്പോർട്ടഡ് ബൈ ദിസ് നോളജ്. എപ്പോഴും നമ്മളൊരു ടീമിൽ 2 പേര്, ഇപ്പം ഈ ഒരു പ്രൊഡക്ഷൻ ടീമിലും 2 പേര് അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളായിരിക്കും ഏറ്റവും കൂടുതൽ എക്സ്പെർട്ട്. പുള്ളി ഈസ് എ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട്. അപ്പോൾ എല്ലാവരും പല കാര്യങ്ങൾക്കും പുള്ളി എടുത്തു പോകും, റൈറ്റ്? ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഒരു ഡിജിറ്റൽ ട്വിൻ ഉണ്ടെങ്കിൽ സം ഓഫ് ദ തിങ്സ് യു ക്യാൻ ഗെറ്റ്. അപ്പൊ ആ പുള്ളിയുടെ ബാൻഡ് വിഡ്ത്ത് ഒരു ചോക്ക് പോയിന്റ് ആവില്ല. പുള്ളിയെ പോലെ ഒരു 10 പേരുണ്ടെന്ന് വെച്ചോ, ബട്ട് ഡിജിറ്റൽ ആയിരിക്കും. ഈ സെയിം കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് വി വർ തിങ്കിങ്, പണ്ട് ഈ ചാറ്റ് GPT ഒക്കെ വരുന്നതിന് മുമ്പ് ചാറ്റ് ബോട്ട്സ് വരാൻ തുടങ്ങി. പല വർഷം മുമ്പ് തന്നെ ഉണ്ട് ചാറ്റ് ബോട്ട്സ്. അപ്പൊ ഈ ചാറ്റ് ബോട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന 1-2 കാര്യങ്ങൾ അതിനെ കൊണ്ട് ചെയ്യുക, റൈറ്റ്? അപ്പൊ ഞങ്ങൾ ആലോചിച്ചപ്പം ഇത് ചെയ്യണമെങ്കിൽ നമുക്കറിയാവുന്ന എന്തെങ്കിലുമൊക്കെ ഇതിനറിയണ്ടേ. ഇതിന് നല്ല ഡേറ്റ കൊടുത്ത് ഇത് ഫെയിൽ ചെയ്തു. പലതും, മോസ്റ്റ് ഓഫ് ദം ഫെയിൽ ബിക്കോസ് നോട്ട് ബിക്കോസ് ഇതുണ്ടാക്കാനുള്ള ടൂൾസ്, ദേ ആർ ഓൾ ഗുഡ് ടൂൾസ്. ഒത്തിരി ടൂൾസ് ഉണ്ട് ഇപ്പോഴും. കോൺവെർസേഷൻ ഏജൻറ്റ്സ്, പല ടൂൾസ് ഉണ്ട്. Core.ai, Yellow.ai, ഇവിടെ ടാർസ് എന്ന് പറഞ്ഞ, ഹലോ ടാർസ് എന്ന് പറഞ്ഞ ഒരു ഉപ്പേക്ക സ്റ്റാർട്ടപ്പ്, പാർട്ട് ഓഫ് അവർ കമ്മ്യൂണിറ്റി, എല്ലാം നല്ല പ്രോഡക്ട്സ് ആണ്. അതിന് ആൾക്കാർ, കമ്പനികൾ കൊടുത്ത ഡേറ്റ വാസ് ബാഡ്. അത് കാരണം ഡേറ്റ വാസ് ബാഡ് മീൻസ് ഇറ്റ് വാസ് നോട്ട് ഈവൻ ഇൻ ദ റൈറ്റ് ഫോം ദാറ്റ് ദിസ് കുഡ് മേക്ക് യൂസ് ഓഫ്. അവിടെയാണ് ഇത് ഫെയിൽ ചെയ്തത്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീങ്സ് മാത്രമുള്ള ഒരു ടീമിൽ നമ്മൾ എങ്ങനെയൊക്കെയോ നമ്മൾ മാനേജ് ചെയ്യും. എൻ്റെ നോളജ് പുള്ളിക്ക് കൊടുക്കണം, അല്ലെങ്കിൽ പുള്ളിയുടെ നോളജ് എനിക്ക് വേണമെങ്കിൽ നമ്മൾ സംസാരിക്കും. നമ്മൾ ചിലപ്പോൾ ഒരു ട്രെയിനിങ് സെഷനിൽ പോവും, നമ്മൾ ചിലപ്പം വരയ്ക്കും, അല്ലെങ്കിൽ നമ്മൾ കാപ്പി പിടിച്ചോ അല്ലെങ്കിൽ 2 ബിയർ അടിക്കുന്ന കൂട്ടത്തിൽ സംസാരിക്കും, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ. പക്ഷെ നമുക്കറിയാം നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്, സോ വി ക്യാൻ മാനേജ്. ഒരു ബോട്ട് വരുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യും? അതിനെ ക്ലാസ്സിൽ ഇരുത്താൻ പറ്റൂല, ട്രെയിനിങ് സെഷൻ കൊടുക്കാൻ പറ്റില്ല, നമ്മളോട് ബിയർ അടിക്കൂല. സോ ദിസ് വാസ് ചാലഞ്ച്. സോ വി ഫെൽറ്റ് ദാറ്റ് ഒരു ആക്ഷനബിൾ, ഇതിനെ ലെവറേജ് ചെയ്യാൻ പറ്റുന്ന ഫോമിൽ ഈ നോളജ് നമ്മൾ ഒരു ട്വിൻ ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ ഇറ്റ് ക്യാൻ വർക്ക് ബെറ്റർ. അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങിയത്. ഇപ്പോഴും അത് തന്നെയാണ് വിഷൻ. ചാറ്റ് GPT ഒക്കെ വന്നു കഴിഞ്ഞപ്പം ആൾക്കാരത് ഉപയോഗിച്ചു, അതിൻ്റെ നല്ല കാര്യങ്ങളും കുഴപ്പങ്ങളും മനസ്സിലാക്കി. പല സമയത്തും നമ്മളെ മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസ്. ഇടയ്ക്കിടയ്ക്ക് ഇറ്റ് ഡസ് സ്റ്റുപ്പിഡ് തിങ്സ്. ഫോർ us it is stupid, but it is doing its work. It is not its fault. It's a probabilistic engine. It will work that way. പക്ഷെ നമുക്ക് ആ റിസൾട്ട് കൊണ്ട് സാറ്റിസ്ഫൈഡ് ഇല്ല. ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ സിമ്പിൾ തിങ്സ് ഇറ്റ് കാൺ ഡു. It will just make up something. Example? Hallucination is a manifestation. ഒരു സിംറ്റം ആണ്. അതിന്റെ റൂട്ട് കോസ് വേറെയാണ്. ആ സിംറ്റം എന്ന് പറഞ്ഞാൽ ചിലപ്പം ഇല്ലാത്ത ഒരു കാര്യമുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എയർ കാനഡ എന്ന് പറഞ്ഞ എയർ കാനഡയുടെ വെബ്സൈറ്റിൽ ഒരു ബോട്ട് ഉണ്ടായിരുന്നു. ഒരു LLM ബേസ്ഡ് ബോട്ട്. പുറകിലൊരു LLM ആണ്, ചാറ്റ് GPT പോലെ തന്നെ ഒരു ചാറ്റ് ബോട്ട്, ചാറ്റ് ഏജന്റ് ബോട്ട്. ഒരു പാസഞ്ചർ ആയിട്ട് ചാറ്റ് ചെയ്തപ്പോൾ ആ പാസഞ്ചറിന്റെ അടുത്ത് പറഞ്ഞു, ആ ബോട്ട് പറഞ്ഞു, ഇൻ ദ കേസ് ഓഫ് ബെറീവ്മെന്റ്, ആരെങ്കിലും മരിച്ചു പോകുന്ന സിറ്റുവേഷനിലാണെങ്കിൽ ചില കണ്ടീഷനിൽ എയർ ഫെയർ റീഇംബേഴ്സ് ചെയ്യാൻ പറ്റും. അത് പുള്ളിക്കാരൻ, അത് അതിന്റെ ചാറ്റിന്റെ ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ട്, പുള്ളി അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സംഭവിച്ചു. പുള്ളി റീഇംബേഴ്സ്മെന്റ് എയർ കാനഡ എടുത്ത് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു അങ്ങനെ ഒരു റൂൾ ഇല്ല. അപ്പൊ പുള്ളി പറഞ്ഞു ഇല്ല, റൂൾ ഉണ്ട്, നിങ്ങളുടെ ചാറ്റ് ബോട്ട് എന്നോട് പറഞ്ഞു. ഇല്ല, ഞങ്ങൾ കാണിച്ചു. ഇപ്പൊ എയർലൈൻ്റെ ഫെയർ റൂൾസ് കണ്ടു കഴിഞ്ഞാൽ ഒരു 100 കാണും. നമുക്കത് നമ്മളെ തല ഇറങ്ങും അത് കണ്ട. ആ റൂൾസ് ഒക്കെ കണ്ടാൽ നമ്മൾ ടിക്കറ്റ് മേടിക്കൂല. അങ്ങനത്തെ റൂൾസ് ഉണ്ട്. അതിനകത്ത് മൊത്തം നോക്കിയാൽ ഇങ്ങനെ ഒരു റൂളില്ല. അയാൾ പറഞ്ഞു അതെനിക്കറിയാൻ മേല. ബോട്ട് പറഞ്ഞു, ഇവർ പറഞ്ഞു സോറി, ബോട്ട് മെയ്ഡ് എ മിസ്റ്റേക്ക്. അത് കോർട്ടിൽ പോയി. കോർട്ട് സെഡ് യു ഹാവ് ടു പേ ഹിം, ഓൾസോ പേ ഹിം ഡാമേജസ്. എയർ കാനഡ took the bot out. എയർ കാനഡ ബോട്ട് ആണെങ്കിൽ ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ ഡെവലപ്ഡ് ബൈ സം ഗുഡ് കമ്പനി, റൈറ്റ്? ഐ മീൻ
ബട്ട് ദ പ്രോബ്ലം വാസ് ആരാണ്ട് ഇത് കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. സംബഡി സെഡ് ആ പ്രോംപ്റ്റിന്, ആ ബോട്ടിനുള്ള ഒരു പ്രോംപ്റ്റിനകത്ത് പറഞ്ഞു കീപ് യുവർ കസ്റ്റമേഴ്സ് ഹാപ്പി. Oh. സോ അത് കസ്റ്റമറിനെ ഹാപ്പി ആക്കി. കാര്യം ഒരു പുതിയ റൂൾ ഉണ്ടാക്കി. ബിറീവ്മെന്റ് എന്ന് പറഞ്ഞ വാക്കുണ്ട് റൂളിൽ, റീഇംബേഴ്സ്മെന്റ് ഉണ്ട്. അതൊരു പുതിയ റൂൾ ഉണ്ടാക്കിയിട്ട് പറഞ്ഞ് ഇങ്ങനെയാണെങ്കിൽ റീഇംബേഴ്സ്മെന്റ് തരാൻ. അങ്ങനെ റൂളില്ല. ദിസ് ഇസ് അതിന്റെ ഒരു സിംറ്റം. കസ്റ്റമറിനെ സംബന്ധിച്ചോളം ഹാലുസിനേഷൻ അല്ല, കസ്റ്റമറിനെ സംബന്ധിച്ചോളം അത് നല്ലതാണ്. എയർ കാനഡയെ സംബന്ധിച്ചോളം ഹാലുസിനേഷൻ ആണ്. ബിക്കോസ് ഇറ്റ് ഇസ് അഗെയിൻസ്റ്റ് യുവർ റൂൾ. സോ ഈ ഹാലുസിനേഷൻ പറയുന്നതും ഇപ്പൊ നമുക്കൊരു സ്ക്രിപ്റ്റ്, ഇതുപോലെ ഒരു ഇവന്റിന്റെ സ്ക്രിപ്റ്റ് ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്യണമെങ്കിൽ സാം ഓൾട്ട്മൻ പറഞ്ഞു ഹാലുസിനേഷൻ ഇസ് എ ഫീച്ചർ എന്നാണ് പുള്ളി പറഞ്ഞത്. അത് ആക്ച്വലി ഒരു ഫീച്ചറാണ്. ഒന്ന് രണ്ട് വലിച്ചിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്നതിന് പകരം ഇവന്റെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ സ്ക്രിപ്റ്റ് എഴുതി കൈ തരും. അങ്ങനെയുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത്. ഇങ്ങനെ ആകുമ്പോൾ ഒരു ക്രിയേറ്റീവ് മൈൻഡിലൂടെ ഒരു ആർട്ടിസ്റ്റിക് പോലെ പോകണമെങ്കിൽ ഹാലുസിനേഷൻ ആവശ്യമുണ്ടോ? ലൈക്ക് ഐ സെഡ്, എയർ കാനഡയ്ക്ക് അത് ഹാലുസിനേഷൻ ആയിരുന്നു, കസ്റ്റമറിന് ഹാലുസിനേഷൻ അല്ല. ഇപ്പൊ സ്ക്രിപ്റ്റ് ഒരു 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 സയന്റിഫിക് ഫിക്ഷൻ അല്ലെങ്കിൽ ഒരു ത്രില്ലർ മർഡർ സ്റ്റോറി, അതിന് ഹാലുസിനേഷൻ അല്ല, അതൊരു സ്റ്റോറി ആയിട്ട് ദാറ്റ്സ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് എ ക്രിയേറ്റീവ് ടാസ്ക്. മനസ്സിലല്ലേ? പക്ഷേ ഒരു സയൻസിൽ അത്ര വിശ്വാസമില്ലാത്ത നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഉണ്ടല്ലോ പല ആൾക്കാരും, പല സീനിയർ ആൾക്കാർ, അവർക്ക് ചിലപ്പോൾ അത് ഹാലുസിനേഷൻ ആയിട്ട് തോന്നും. ഇതെങ്ങനെ നടക്കുന്നത്, ഇത് ഇസ് നോട്ട് ഇമ്പോസിബിൾ. പക്ഷെ പല ചെറുപ്പ ആൾക്കാർ അത് കാണുമ്പോഴത്തേക്ക് ഇറ്റ്സ് എൻ എക്സൈറ്റ്മെന്റ് ഫോർ ദം, റൈറ്റ്? ബിക്കോസ് ആൻഡ് മെനി ഓഫ് ദോസ് സയൻസ് ഫിക്ഷൻ ഇസ് ടുഡേ ബിക്കം റിയാലിറ്റി, റൈറ്റ്? സോ ഫിക്ഷൻ എന്ന് പറയുന്ന സാധനം, ഒരു ഹാലുസിനേഷൻ എന്ന സാധനം വിതിൻ കോട്ട്സ്, അത് ഡിപ്പെൻഡ്സ് ഓൺ ഹൂസ് ലുക്കിംഗ് അറ്റ് ഇറ്റ്. ഇതിന്റെ കുഴപ്പമില്ല, എയുടെ കുഴപ്പമില്ല. പലപ്പോഴും നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇഫ് ദ ഡേറ്റ ഇസ് ഇൻ ദ റൈറ്റ് ഫോം. ദ റൈറ്റ് ഡേറ്റ ഇൻ ദ റൈറ്റ് ഫോം ഉണ്ടെങ്കിൽ there's no reason for that. അത് സോൾവ് ചെയ്യുന്ന ഒരു ടൂളാണ്. അതാണ് കോഗ്നിറ്റീവ്. കോഗ്നിറ്റീവ് ആസ് എ പ്ലാറ്റ്ഫോം ടേക്സ് ഡേറ്റ വിച്ച് ഇസ് ലൈക്ക് നമ്മുടെ ഏത് സ്ഥാപനം ഓടിക്കാനായിട്ട് ചില പോളിസിയും റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ഇത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു AI-യും ഒരു കമ്പനിയും ഉപയോഗിക്കില്ല. അത് എൻഫോഴ്സ് ചെയ്യാനായിട്ടുള്ള ഒരു രീതിയാണ് പ്ലാറ്റ്ഫോമാണ് കോഗ്നിസ്വിച്ച്. ഈ എഴുതി വെച്ചിരിക്കുന്ന റൂൾസും പോളിസിയും റെഗുലേഷൻസും അല്ലെങ്കിൽ പ്രോഡക്റ്റ് സ്പെസിഫിക്കേഷൻസ് അങ്ങനെയുള്ള സംഗതി ഒരു സ്ട്രക്ചറിൽ, ഒരു ഇൻഫർമേഷൻ സ്ട്രക്ചറിൽ കൊണ്ടുവന്നിട്ട് അത് മനുഷ്യർക്കും AI-ക്കും ഉപയോഗിക്കത്തക്ക രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്, ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് കോഗ്നിസ്വിച്ചിന്റെ പേര്. ഇപ്പൊ ഒരു ഐ തിങ്ക് 5 ഡിസൈൻ പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ US-ൽ 2 ഉണ്ട്, 5 ഉണ്ട്, വെളിയിൽ 2. അവരായിട്ട് ഈ ടൂൾ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോ അവർക്ക് എങ്ങനെയാണ് ROI ഇൻ ടേംസ് ഓഫ് റവന്യൂ ആണോ അല്ലെങ്കിൽ കോസ്റ്റ് ആണോ, എങ്ങനെയാണ് അവരുടെ പ്രോസസ് തന്നെ സിമ്പിൾ ആയത്? സോ മോസ്റ്റ് ഓഫ് ദ യൂസ് കേസസ് ആൾക്കാരെല്ലാവരും മിക്കവാറും തുടങ്ങുന്ന ബിക്കോസ് ഓഫ് ദിസ് ഹൈപ്പ്, ബിക്കോസ് ഓഫ് ദ പ്രോബ്ലംസ് ദാറ്റ് ഹാപ്പൻ, most of the use cases we are seeing is internal productivity enhancement. Okay. Customer facing, because of the problems that have happened, it is people do it, and the next step. Once they have confidence in doing this, then they go ahead with customer facing. അപ്പൊ ഇപ്പൊ കറന്റ് ഡിസൈൻ പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ, അപ്പോ ഇഫ് യു കുഡ് നെയിം എ ഫ്യൂ. ഇവിടെ ഒരു അപ്ലൈഡ് സയന്റിഫിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അത് കേരളത്തിലെ അവരുടെ എൻറ്റിറ്റി നോൺ ആസ് കൽക്കി, KALKI. അവർ ഈ പവർ ഗ്രിഡിനും യൂട്ടിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയുള്ള നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലെങ്കിൽ നാഷണൽ ഗ്രിഡ് അതുപോലുള്ള കമ്പനികൾക്ക് ഈ അവരുടെ നെറ്റ്വർക്കിലെ ഡിവൈസസ് ഒക്കെ മോണിറ്റർ ചെയ്യാനും ഒക്കെ ഉള്ള ഹാർഡ്വെയർ കം സോഫ്റ്റ്വെയർ ഒരു സൊല്യൂഷനാണ്. സോ അവർക്ക് ഫോർ ദെയർ കസ്റ്റമർ സപ്പോർട്ട്, ഫോർ എക്സാമ്പിൾ, അത് നീഡ് ഹ്യൂജ് എക്സ്പെർട്ടീസ്. അവരുടെ വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള എൻജിനീയേഴ്സ് വേണം കസ്റ്റമർ സപ്പോർട്ട് കൊടുക്കാനായിട്ട്. അത് ഓഗ്മെന്റ് ചെയ്യാനും അത് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംഗതിയാണ് അവർ ദെയർ വർക്കിംഗ് ഓൺ. അതൊരു ഒരെണ്ണം. പിന്നെ വേറൊരെണ്ണം വെച്ച് വി ആർ വർക്കിംഗ് ഓൺ, അത് പ്രൊഡക്ഷനിൽ പോയിട്ടില്ല. ഇത് ഒരു അമേരിക്കൻ സൊസൈറ്റി ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സിവിൽ എഞ്ചിനീയേഴ്സിന്റെ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കുന്ന ഒരു ബോഡിയാണത്. IEEE പോലെ അമേരിക്കൻ സൊസൈറ്റി ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ്. ഈ നമ്മുടെ ലോകത്തുള്ള എല്ലാ സിവിൽ എഞ്ചിനീയേഴ്സും ഈ സ്റ്റാൻഡേർഡ്സ് ബേസ് ചെയ്താണ് റോഡും ബ്രിഡ്ജും കെട്ടിടങ്ങളും ഒക്കെ കിട്ടുന്നത്. അതിനകത്ത് ഹാലുസിനേഷൻ ഇസ് നോട്ട് പോസിബിൾ, ദെയർ ഈസ് നോ സ്കോപ്പ്.
അവരുടെ സ്റ്റാൻഡേർഡ്സ് വി ഹാവ് ടേക്കൺ ആൻഡ് we have shown them how without hallucination that data can be made available for AI. Okay. അതിൻ്റെ ഒരു കേസ് സ്റ്റഡിയും അവർ സൈൻ ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. സോ ദാറ്റ് വിൽ നൗ ഗോ ഇൻ ടു പ്രൊഡക്ഷൻ. അങ്ങനെ കുറച്ച് പാർട്ട്നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഡൊമെയിൻ സ്പെസിഫിക് ആയിട്ട് നോക്കും, ഹെൽത്ത് കെയർ, ലൈഫ് സയൻസസ്. ഞങ്ങളിപ്പം വി ആർ ഫോക്കസിങ് ഓൺ റെഗുലേറ്റഡ് ഇൻഡസ്ട്രീസ്. കാര്യം because there are some regulations, some policies, it can affect human beings. So അങ്ങനെയുള്ള ഏരിയാസിൽ കൂടുതൽ ഇതിന് ഇമ്പോർട്ടൻസ്. അതായത് ഹാലുസിനേഷൻ ഇസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ. ഇറ്റ് ഹാസ് ടു ബി 100% accurate, reliable, consistent and even traceable. നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും പറഞ്ഞാൽ അത് എവിടുന്ന് നിനക്ക് കിട്ടി, ഫ്രം പേജ് സോ ആൻഡ് സോ, ചാപ്റ്റർ സോ ആൻഡ് സോ, ഡോക്യുമെന്റ് സോ ആൻഡ് സോ, അങ്ങനെ ഒരു ട്രേസബിലിറ്റിയും ആവശ്യമുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആർ മോസ്റ്റ്ലി ഫിനാൻഷ്യൽ സർവീസസ്, ഇൻഷുറൻസ്, പിന്നെ ഹെൽത്ത് കെയർ, അങ്ങനെയുള്ള ഏരിയാസിൽ കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ ലാസ്റ്റ് 1 hour നമ്മൾ ഒരു ജേർണി മൊത്തം ഷെയർ ചെയ്തു. ആൻഡ് നൗ കുക്കിൻ സ്വിച്ച് ആണ്. അപ്പോൾ ഇനിയുള്ളൊരു മേ ബി ആസ് യു സീൻ ഓവർ ദി ഇയേഴ്സ് പല വിൻഡേഴ്സും റെസിസ്റ്റൻസും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ഇനിയൊരു വിൻഡർ ഐ എം നോട്ട് റെഡി ടു സീ എന്നുള്ളത് പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് ടു സീ എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതിനൊരു ലൈക്ലിഹുഡ് എങ്ങനെയാണ്? ഒന്ന്. സെക്കൻഡ് തിങ്, ഇനി പ്രീവിയസ് വിൻഡർ വിറ്റ്നസ് ചെയ്ത കേസിൽ അവിടെ നിന്ന് എന്തൊക്കെ ലേണിങ്സ് അനലൈസ് ചെയ്യാൻ മതി? മേ ബി ആ ടൈംസിൽ നിന്നായിരിക്കാം പല ടെക്നോളജീസും വന്നിട്ടുണ്ടാവുക. അപ്പൊ അതും ജസ്റ്റ് ഒരു വാക്ക് ത്രൂ ചെയ്യാൻ പറ്റുമോ? ഷുവർ. ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. കാര്യം ഐ തിങ്ക് വിന്റർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു എന്താ പറയാ റിസെഷൻ പോലെ, ഒരു ഡൗൺ ടേൺ, ഇൻവെസ്റ്റ്മെന്റ്സ് കുറയും. പക്ഷേ സംടൈംസ് അല്ല, മോസ്റ്റ് ടൈംസ് വെൻ റിസോഴ്സസ് ബിക്കം സ്കാർസ്, അതായത് അവൈലബിൾ റിസോഴ്സസ് കുറയുമ്പം, അതാണല്ലോ സ്റ്റാർട്ടപ്സ്. ഈ റിസോഴ്സസ് ഒത്തിരി ഉള്ള സമയത്ത് എല്ലാ നല്ല കാര്യങ്ങളും ഉണ്ടാണെങ്കിൽ ഒത്തിരിയും കാശുള്ള കമ്പനികൾ എല്ലാ ഇന്നോവേഷനും ചെയ്യണം. സ്റ്റാർട്ടപ്സ് ഉണ്ടാകുകയില്ല. സ്റ്റാർട്ടപ്സ് എങ്ങനെ ഉണ്ടാകുന്നത്? ഒട്ടും റിസോഴ്സ് ഇല്ല, പക്ഷെ ഐഡിയ ഉണ്ട്, പാഷൻ ഉണ്ട്, എനർജി ഉണ്ട്. അത് വെച്ചിട്ട് കൺസ്ട്രെയിൻസിനുള്ളിൽ നിന്ന് ആ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്ന് അത് ഒരു സ്റ്റേജ് ആയി കഴിയുമ്പോൾ അതിന് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നു. പക്ഷെ ഇതിന്റെ ജനനം എന്ന് പറയുന്നത് ഈസ് ഓൾവേസ് വെൻ ദർ ആർ കൺസ്ട്രെയിൻസ്. യുവർ ഐഡിയാസ് കം ഡ്യൂറിങ് കൺസ്ട്രെയിൻസ്, റൈറ്റ്? അതുകൊണ്ട് AI വിൻഡർ എന്നുകൊണ്ട് കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുറച്ച് കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും ഐ എം വെരി ഷുവർ നെക്സ്റ്റ് ലെവൽ ഓഫ് ഇന്നോവേഷൻ വിൽ ഓൾസോ ഹാപ്പൻ. പക്ഷെ ഐഡിയലി ഇറ്റ് ഷുഡന്റ്. ഇറ്റ് ബി നൈസ് ഇഫ് ഇറ്റ് ഡസന്റ് ഹാപ്പൻ. ഐ ഹവ് സീൻ ദിസ് ബിക്കോസ് ഈവൻ നമ്മൾ കോവിഡിന്റെ സമയത്ത് നമ്മൾ പറഞ്ഞു ലോട്ട് ഓഫ് ഇന്നോവേഷൻസ് ഹാപ്പൻ. ആൾക്കാർ ലോസ്റ്റ് ദെയർ ജോബ്സ്, പലരും ഇപ്പൊ പഠിക്കാൻ പോയി, പുതിയ കാര്യങ്ങൾ തന്നെ പഠിച്ചു, അല്ലെങ്കിൽ പീപ്പിൾ കൊളാബറേറ്റഡ് ടു ലേൺ. പല സംഗതികളും നമ്മൾ ഓൺലൈൻ ചെയ്യാത്ത സംഗതികൾ ഓൺലൈൻ ചെയ്യാൻ തുടങ്ങി. പുതിയ ടൈപ്പ് ഓഫ് ബിസിനസ് സ്റ്റാർട്ടഡ്. ആൾക്കാർ പലരും സ്വന്തം വീടുകളിലേക്ക് പോയി ബിക്കോസ് ഓഫ് ടെക്നോളജി. ടെക്നോളജി വാസ് ഓൾവേസ് ദെയർ, പക്ഷെ ഒരു ബിഹേവിയറൽ ചേഞ്ച് വാസ് ഫോഴ്സ്ഡ് ബിക്കോസ് ഓഫ് എ കലാമിറ്റി വിച്ച് വാസ് ബാഡ്. ബട്ട് അത് കാരണം നമ്മളെ ഇപ്പൊ തന്നെ കേരളത്തിൽ തന്നെ Tier 1, Tier 2, ബിയോണ്ട് ട്രിവാൻഡ്രം ആൻഡ് കൊച്ചിൻ, ഐ എം ഷുവർ കാലിക്കറ്റ്, തൃശ്ശൂർ, അങ്ങനെ സ്ഥലങ്ങളിലേക്ക് smaller communities started, creators started coming up, joining together, working together, creating new things. It all started happening because there was some constraint, something that happened. So even in the one that which I saw in 89, 90, 91, that time, some of those things were bad because symbolic AI became completely down. പക്ഷെ അത് കാരണം പുതിയ മെഷീൻ ലേണിംഗ്, ഡീപ് ലേണിംഗ് ടെക്നിക്സ് ഗോട്ട് ഡെവലപ്ഡ്. അന്ന് കാശുണ്ടായിട്ടില്ല ബിക്കോസ് ന്യൂ തിങ്സ്, നോബഡി വുഡ് ഇൻവെസ്റ്റ്, റൈറ്റ്? പക്ഷെ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദാറ്റ്സ് നമ്മൾ സർവൈവൽ ആണല്ലോ നമ്മുടെ ഹ്യൂമാനിറ്റീസ് ബിഗസ്റ്റ് കേപ്പബിലിറ്റി, റൈറ്റ്? അപ്പോൾ പുതിയ കാര്യങ്ങൾ ചെയ്തു. അതിൽ റിസർച്ച് ഉള്ള റിസോഴ്സ് വെച്ച് റിസർച്ച് ഹാപ്പൻ. ന്യൂവർ തിങ്സ് ഗെറ്റ് പീപ്പിൾ എക്സൈറ്റഡ്, more people join, and slowly investment started coming there. And we have reached another level, right? So the ups and downs, I think, is a cycle that will continue. And during both ups and down, and especially during downtime, there is always opportunities for disruptive
newer types of innovation. When you are in a growth phase, it's mostly incremental innovation, where you try to make something you already have better, incrementally better. Whatever, when it's down, there is nothing you can do. You're at the bottom. Yeah. Now you have to do something else to start moving up. So your cycle is, I think, is always good. It will happen. But there are always, when the downturn happens, there's on the other side of the coin is opportunity, is what I see. So, ആ ഡൗൺ ടേണിന്ന് പല പുതിയ അതിനെ ബേസ് ചെയ്ത് അതിന്റെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാനായിട്ടുള്ള പല ഇന്നോവേഷൻസും ഉണ്ടായത് ബിക്കോസ് ഓഫ് ദാറ്റ്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ, like for example, machine learning. In the case of machine learning, it was like you provide data, you label it, you know, clean up, get a set of data and make the machine learn from the data, right? Deep learning was a further innovation on that, where you know you didn't even have to label the data. You provide the data, it's self-supervised. അത് തന്നെ അതിനകത്തുനിന്ന് പാറ്റേൺ കണ്ടുപിടിച്ച് ഇങ്ങനത്തെ ഇന്നോവേഷൻസ് വെൻ ദാറ്റ്. ഫോർ എക്സാമ്പിൾ, ഈ ഡേറ്റ എടുത്ത് ഡേറ്റ ക്ലീൻ ചെയ്ത് ഡേറ്റ ഇത് ചെയ്ത് സെറ്റ് ചെയ്ത് അതിനെ ലേബൽ ചെയ്ത് ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ടാസ്ക്, റൈറ്റ്? സോ അതൊരു ഹൈപ്പ് ഡൈവേർട്ട് ചെയ്ത് so newer, you always try to find new things and say, okay, how can I get things better, because anyway now it is down, right? So you try new things. People don't have a problem starting to just jump and do new things, whereas when things are going well, you try to make it better. So always it will happen. So even .com, the same thing happened. All the technologies, many of the good technologies continued even today being used as a technology. All the web-based stuff, the beginning of everything web-based happened during the .com. Right? Google, everything. Companies like Google, some of the biggest companies today, all got, were born at that time. It's like a cotton. Hard times create strong men, and strong men create good times. Good times create weak men. Weak men creates hard time. അപ്പൊ ആ ഒരു സൈക്കിളാണ് അത്. അതിനകത്ത് ആ സൈക്കിളിൽ ഐ തിങ്ക് എവ്രിവെയർ ദർ ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി, റൈറ്റ്? സോ ഹാർഡ് ടൈംസ് ഇന്ന് ഗുഡ് ടൈം ഉണ്ടാകുന്ന വാസ് ആൻ ഓപ്പർച്യൂണിറ്റി ഡ്യൂറിങ് ഹാർഡ് ടൈം. ആ ഒരു ടൈമിൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ വെദർ ഇറ്റ്സ് ലെറ്റ്സ് സേ ഫോർ കോവിഡ് എക്സാമ്പിൾ, റൈറ്റ്? ആ ഒരു ഇപ്പൊ ലുക്കിംഗ് ബാക്ക്, യെസ് ഇറ്റ് വാസ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് ഹാപ്പൻ ഫോർ ദ ഹോൾ. ഇപ്പൊ തന്നെ കുറെ ആൾക്കാർ ഇന്റർനെറ്റിൽ മണി ഉണ്ടാക്കുന്നുണ്ട്. ഈവൻ ഈ ടൂൾസും പ്രൊഡക്ട്സും ഒക്കെ വന്നത് ആ ഒരു inflection point സമയത്താണ്. There were so much of bad things, people lost lives, all that, but there were also changes in behavior. We adjusted to that. We kind of survived and we coped with it, and we changed some of our habits. If everything almost pachakari vare, everybody buys now online. Yeah, exactly. So and even so people are worried about some of the local pachakari. They also learned how to use technologies and start aggregating. Local aggregations happened, technologies to aggregate local shops and so still supply at home. I think it's a side of two coins. It's kind of a coin. Both sides of two sides of the same coin. Yeah. Okay. ഈ conversationil കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി. ഈവൻ ബാക്ക് ബിഫോർ തിങ്സ് വെൻ വി വർ ബോൺ ആക്ച്വലി കുറെ കാണാൻ ആൾക്കാർ പോലും വിറ്റ്നസ് ചെയ്യാത്ത പല സാമ്പിളും യു കുഡ് വിറ്റ്നസ്. യു ഹാഡ് ടൺസ് ഓഫ് ലേണിംഗ്സ് ഓവർ ദ ഇയേഴ്സ്, റൈറ്റ്? അപ്പോൾ ഈ ഒരു ജനറേഷനോട് എന്ത് കൈൻഡ് ഓഫ് തിങ്സ് ആണ് ഷെയർ ചെയ്യാനുള്ളത്? മേ ബി സമൺ സ്റ്റാർട്ടിങ് ഇൻ ദർ 20s ഓർ ജസ്റ്റ് എൻറ്ററിങ് +2 ഓർ കോളേജ്. ആ ഒരു ഇതിൽ ആൻഡ് കറന്റ് സിനാരിയോ വെച്ചിട്ട് വാട്ട് ഷുഡ് ദേ പ്രൈമർലി ഫോക്കസ് ഓൺ? Very difficult question to answer. പക്ഷേ I just followed my instincts. So, where I think എൻ്റെ ഒരു അഭിപ്രായം, ഇത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ്, ഇതിന് അധികം പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ നമുക്ക് ഒരു സിസ്റ്റം ഓൾവേസ് നമ്മളെ കൺഫേം ചെയ്യാനായിട്ട് ശ്രമിക്കും. അതായത് ഒരു സിസ്റ്റം ഉണ്ടാക്കുന്ന അതിനാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇതെല്ലാം നമ്മളെ ഒരു രീതിയിൽ മോൾഡ് ചെയ്യാൻ നോക്കുന്ന ഒരു സിസ്റ്റമാണ്. മെനി ടൈംസ് ഇങ്ങനത്തെ ചില സിസ്റ്റങ്ങൾ നമ്മുടെ ക്യൂരിയോസിറ്റി, ഇറ്റ് കിൽസ് അവർ ക്യൂരിയോസിറ്റി. നമുക്ക് പുതിയ കാര്യങ്ങൾ നോക്കാനും ട്രൈ ചെയ്യാനും ഉള്ള ഓപ്പർച്യൂണിറ്റീസ് പോലും പലപ്പോഴും കിട്ടില്ല. ഇപ്പൊ എൻ്റെ കേസിൽ തന്നെ അച്ഛനും അമ്മയും രണ്ടുപേരും ടീച്ചേഴ്സ് ആയിരുന്നു.
അച്ഛൻ അത് കഴിഞ്ഞ് ഇൻഷുറൻസിലേക്ക് മാറി. പക്ഷെ അമ്മ കണ്ടിന്യൂ ചെയ്തു. ഈ ഇപ്പൊ ഒരു ടീച്ചറിന്റെ പിള്ളേരെന്ന് പറഞ്ഞാൽ അവരെല്ലാം സപ്പോസ് ടു ബി അക്കാഡമിക്കലി ഗുഡ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നിനും കൊള്ളാത്ത പോലെ ആയിരിക്കും. ആൻഡ് ദി അതർ തിങ് ഈസ് ദി അതർ പ്രോബ്ലം ഈസ് നമ്മൾ പെർഫോം ചെയ്യണം. നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട്, കൂടുതൽ സംഗതികൾ ഫോക്കസ് ചെയ്യാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. പഠിക്കുക, ആ സബ്ജക്ട് പഠിക്കുക, എല്ലാവരും എഞ്ചിനീയർ, ഡോക്ടർ അല്ലെങ്കിൽ അങ്ങനെ. ബട്ട് നമുക്കുള്ള ഒരു നാച്ചുറൽ ഇത് ഇപ്പൊ അതിനൊന്നും അങ്ങനെയുള്ള അധികം കൺസ്ട്രെയിൻസ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തന്നെ പഴയ പോലത്തെ ഡെഫിനറ്റ് ആയിട്ടില്ല. ആൾക്കാരൊക്കെ എന്തൊക്കെ മ്യൂസിക്, ക്രിക്കറ്റ്, സ്പോർട്സ്, അത്ലറ്റിക്സ്, ഇങ്ങനെ സോ മെനി ഏരിയാസ്, ഫൈൻ ആർട്സ്. ഐ സീ. സോ ഐ തിങ്ക് it's a good time for young people. So I don't think you need a prescription from a old guy for that. I think you should follow your heart, try things out, and there is so much time in life, right? If you don't like something, you can always change to something else. But I think as one thing I know is whatever you do, to whatever level of expertise, if you're creating some output, you have to be proud about it. ഒരു ഞങ്ങളെ ആദ്യമൊക്കെ കോഡ് എഴുതുമ്പോൾ അന്ന് ഒരു വി ഹാഡ് ഗുഡ് മാനേജേഴ്സ് അല്ലെങ്കിൽ സീനിയർ പീപ്പിൾ ഫ്രം ദെയർ വാട്ട് വി ലേൺഡ് ഇസ്, ഇപ്പം അന്ന് ദേ വുഡ് സേ കോഡ് എഴുതുന്ന നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആരെഴുതിയ കോഡാണ്. അതിനകത്ത് പോലും ഒരു ഇപ്പൊ നമ്മൾ ഈവൻ ക്രിയേറ്റീവ് സൈഡ് അല്ലാത്ത സൈഡിലും എന്താണ് നമുക്ക് സംടൈംസ് പീപ്പിൾ ഹാവ് ദാറ്റ് ദെയർ ഒരു സ്റ്റാമ്പ് ഓഫ് ദെയർ quality അല്ലെങ്കിൽ personality, their personality, their how they are. That's something you need to be proud of. You don't have to be the best in the world, but if I do something, it will be like this, right? I don't have to be the best in the world. I can be good enough, you know. So I might not like it. ഇന്ന് എനിക്ക് ഇഷ്ടമുള്ള സംഗതി ഇതാണ്, നാളെ എനിക്ക് അത് ഇഷ്ടമില്ല എന്ന് കണ്ടാലും I should be able to move. ഇന്നതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ I always worked with young people most of the time, and I feel somehow I've been able to, I probably have some qualities to work very closely and with young people. And I have seen younger generation, if you trust them, I think trust is very important for them. Second is they have lots of capabilities. It's just that many senior people want it their way. It may not be, and many times they need to be told that, I mean, if you tell them that, you know, what you're doing is very important for, I mean, it doesn't matter if somebody who's an expert, not expert. Everybody in a startup, especially in something creative, especially, everybody's contribution is very important. This is our team. A startup is a team game, right? അപ്പോൾ എല്ലാവരുടെ കോൺട്രിബ്യൂഷനും വളരെയധികം വാല്യൂ ഉണ്ട്. അത് when youngsters are they know that, they are smart enough to know, but sometimes, you know, your system again tries to get people to confirm. Everybody is not the same, everybody is different, right? So if you are able to bring together different types of people and give them the freedom to execute without too much of enforcement, and also tell them that I trust you, right? Not by saying, by actions. I think almost every team that I have worked with, mostly young people, all those teams have punched above their weight. They have delivered things which normally people don't expect such a team to deliver. It is possible. So I think just follow your heart, you know, never lose your curiosity to പുതിയ കാര്യങ്ങൾ നോക്കാനും ട്രൈ ചെയ്യാനും ഉള്ള ആ ക്യൂരിയോസിറ്റി പോകാതെ, ലൈക്ക് സംടൈംസ് പീപ്പിൾ തിങ്ക് ഞാനിത് ചോദിച്ചാൽ വിഡ്ഢിയാണെന്ന് തോന്നുന്നു. ഇറ്റ് ഡസന്റ് മാറ്റർ, റൈറ്റ്? സോ ആസ് ലോങ് ആസ് അത് ക്യൂരിയോസിറ്റി എങ്ങനെ ഡൈ ഓഫ് ചെയ്യാണ്ടിരിക്കും? ലൈക്ക് ആഫ്റ്റർ മേ ബി ഗിവൺ ഏജ് യു മേ ഗെറ്റ് ലെസ് ക്യൂരിയസ്, റൈറ്റ്? അങ്ങനെയില്ല. മെനി ടൈംസ് ഇറ്റ്സ് എ സിസ്റ്റം മേക്കിംഗ് യു ഡു ദാറ്റ്. Now if you continue to do one job, how can you be curious, right? You know, you in your company itself, you can probably do something else. Yeah. Everybody happy now. ഒരു സെറ്റ് ആയി കഴിഞ്ഞാൽ ആ സെറ്റിൽ ഇങ്ങനെ ഇരുന്നിട്ട് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും, കുറച്ച് കൂടുതൽ കാശ് കിട്ടിക്കൊണ്ടിരിക്കും.
that kills everything, right? Because you are now kind of. So they have to maybe keep the curiosity thing always Correct. and reinvent themselves. The moment you എൻ്റെ ഒരു ടെസ്റ്റ് എന്ന് പറയാം, the moment you reach some comfort zone, you അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ you should try to break out of it. You should get out of it. You should see. I used to tell some of my colleagues, if you feel comfortable in a big company, if you want to know whether you are actually good, try to go and start up, or you try and go and work in a startup. If a startup company accepts you, then you are good enough. Yeah. However big you are, vice president, Yeah. senior vice president, CTO, doesn't matter. Can you work with young people, new idea? Can you work and make it happen? If you can do that, then you're good enough. Because what you did in the past has no bearing. So I think if you continuously also try to move yourselves out of comfort zones, your curiosity will always be there, because otherwise you can't. See, most of the startups, what are they doing? Near impossible situation. You're almost breaking your head against a wall. Yeah. If you think you're smart, you'll never hit your head against a wall. Because you will use logic, you'll never go there. But because of your curiosity to see, how can I break this, right? You try new things, sometimes it fails, sometimes it works finally. So that's what I meant by trying new things out, trying different things, trying difficult things without fear of failure. So one thing I'm curious about, like, what's your daily routine like? Do you have a set of systems you? Yeah, ഇപ്പോഴും I code a bit. Oh. പഴയവരൊന്നുമില്ല, കൈയൊക്കെ ഇച്ചിരി ഇത്ര സ്പീഡൊന്നും പോയില്ല. പിന്നെ ബിക്കോസ് ഓഫ് US-ഉം ഇന്ത്യയും ഉള്ള കാരണം ഉറങ്ങാനായിട്ട് താമസിക്കും. സോ ഇപ്പൊ so I get up generally by between 7 and 8. And then most of my time goes into ഒരു സ്റ്റാൻഡപ്പ് ഉണ്ട് ഞങ്ങള്. Most of the days I participate in the stand-up because I want to know what I don't have to say anything, but I want to listen to what's going on. So small team, പല സ്ഥലങ്ങൾ, ഒറീസ, മറ്റേ വൈസാഖിന്റെ ബോർഡർ, ഒറീസ ആ സൈഡില്, ഹൈദരാബാദ്, പിന്നെ വിവേക് ഹൈദരാബാദിലുണ്ട്, സായി എന്ന് പറഞ്ഞ ഒരാൾ ഹൈദരാബാദിലുണ്ട്, സത്യ ഒറീസയിലുണ്ട്, പിന്നെ നിഖിൽ എന്ന് പറഞ്ഞ ഒരു കക്ഷി ബാംഗ്ലൂരുണ്ട്. അങ്ങനെ എന്റെ ഞങ്ങളുടെ കമ്പനിയുടെ CTO is my son. അവൻ പൂനെയിലുണ്ട്. ദാറ്റ്സ് ഓൾസോ ഗുഡ് ടെസ്റ്റ്. അപ്പന്മാർക്ക് ഒരു നല്ല ടെസ്റ്റാ. സാധാരണ അപ്പന്മാരുടെ കൂടെ മക്കൾ ജോലി ചെയ്യൂലേ, വെരി ഡിഫിക്കൽട്ട്, റൈറ്റ്? മോസ്റ്റ് ഓഫ് ഡോണ്ട് ലൈക്ക്. ഓൺലി ഫാമിലി ബിസിനസ്സസ് ഡെഫിനറ്റ്ലി നോട്ട് കോമൺ ഇൻ സ്റ്റാർട്ടപ്പ്. So my son is voluntarily, I mean, Adi refused when we were in Icon Labs, when we were doing something. But when he saw something interesting for him, he came in. And from towards the end of some part of Icon Labs and Cognizant, he has been part of that. He is now heads the technology part of it. അവൻ പൂനെയിലുണ്ട്. ഞങ്ങൾ പൂനെയിൽ ഷിഫ്റ്റ് ചെയ്തപ്പോൾ അവനും ഫാമിലിയും ഷിഫ്റ്റ് ചെയ്തില്ല. He is there. So basically then that most of the time I like talking. So I like talking to customers, potential customers. So I get into almost all those calls. Anyway, at the early stage, the founders have to sell. So that happens. പിന്നെ ടെക്നോളജി സൈഡില് ടീമുമായിട്ടുള്ള sometimes interactions that happen. അതിനകത്ത് I also participate. When you want some new direction, new idea, അങ്ങനെ റോഡ് മാപ്പ് ഫോർ ദ പ്രൊഡക്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻവോൾവ്. ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ഇരുന്ന് മലയാളം പടം കാണും. ഇപ്പൊ ഒരെണ്ണം കാണാനുണ്ട്, മമ്മൂക്കയുടെ ഒരു പടം, ഒരെണ്ണം ഇടി വന്ന തന്നെ പുതിയ പടം. Okay, like maybe few books you would really recommend to the audience. ബുക്സ് വായിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ബുക്സ് വായിക്കാറുണ്ട്, ഒത്തിരി ബുക്സ് വായിക്കാറുണ്ട്. ബ്ലോഗോ അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് എല്ലാം ചെയ്യാറുണ്ട് ഞാൻ. പക്ഷേ ഇപ്പൊ ഫിസിക്കൽ ബുക്സ് മാറിയിട്ട് ഇപ്പൊ മോസ്റ്റ്ലി കിൻഡിലും പിന്നെ ഓഡിബിളും ഉപയോഗിക്കുന്നുണ്ട്. But I think it's a personal interest, personal taste. But one book I would recommend for everyone is the Peter Thiel 0 to 1. You know, that's, and then Goldman Fast and Slow. You know, thinking fast and slow. That's a very different concept. How you could operate in different modes.
അങ്ങനെ ചില ബുക്സ് ഉണ്ട്. അങ്ങനെ അല്ലാതെ ഐ കീപ് റീഡിങ്. ബട്ട് ഇപ്പൊ പക്ഷെ കുറവാണ് റീഡിങ്ങിനുള്ള സമയം. പോഡ്കാസ്റ്റോ അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള പോഡ്കാസ്റ്റ് കേൾക്കാറുള്ളത്? ഞാൻ പോഡ്കാസ്റ്റ് ആയിട്ട് ഈ പോഡ്കാസ്റ്റ് കേൾക്കാറുണ്ടോ? ഇത് നിങ്ങളുടെ കഴിഞ്ഞ ഈ പുള്ളിയുടെ കുറച്ച് മുഴുവൻ കാണാൻ പറ്റിയില്ല. ചെറിയന്റെ ലൈവ് ആയിട്ടില്ല. നിങ്ങളെ ഒരു കട്ട് ചെയ്ത് കണ്ടിട്ടായിരുന്നല്ലോ ഒരു ചെറിയ ഭാഗം ഇല്ലേ? ചെറിയന്നെ ആയിരുന്നു അത്? ചെറിയന്റെ ഇല്ല, അത് ഇവിടുത്തെ YC കമ്പനിയാണ് അല്ലെ, ആസ്ട്രിക്സ് അല്ലേ? ഞാൻ കണ്ടു. സംതിങ് അബൌട്ട് ചെറിയ ഒരു ചെറിയൊരു ഇവന്റിന്റെ വീഡിയോ അത് കണ്ടു. I have to watch. I know that it's a good. Everybody saying that was good. So the best. Yeah. So and അതൊരു then again the other thing is I think entrepreneurs from in എൻ്റെ interest is also participating in communities. Whether it is ഇങ്ങനെ ഉപ്പേക്ക പോലത്തെ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ സാസ് ഭൂമി പോലത്തെ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് PH പോലത്തെ കമ്മ്യൂണിറ്റി. ചായ് ഈസ് നൗ സെയിങ് കേരള. ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ബട്ട് ഐ ലൈക്ക് ദാറ്റ് as well because lot of practical things get shared there rather than books. And I think a lot of people now like to learn from their peers and their others who have done it. Not necessarily success. ഒത്തിരിയും ആൾക്കാർ സക്സസ് വെച്ചിട്ട് പോകുന്നുണ്ട്. അല്ലാതെ തന്നെ I think I also always try to find out what went wrong. അത് also is a good thing. I think people are doing that. Communities you can start. I mean നമ്മുടെ മീറ്റപ്സ്, നാളൊരു മീറ്റപ്പ് ഉണ്ട്, അതിലാണെങ്കിലും the best thing is എല്ലാവരും ഓപ്പൺ അപ്പ് ചെയ്യും, which is very rare, especially bigger audience ആവുമ്പോൾ ആൾക്കാർ ഓപ്പൺ അപ്പ് ചെയ്യും. Once that community comes together, then they will open up. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ മീറ്റപ്സ് one of the എന്താ പറയാ full. I've attended some of this. It's very good. Tightly packed. ജീവിതത്തിൽ ഞാൻ only bought once ഒരു വീട്, അത് പൂനെയിൽ വെച്ചായിരുന്നു. So to continue to bootstrap Icon, actually I sold that house that I stayed in. സാധാരണ പലരും ഇമോഷണൽ ആയിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു സാധനമാണ് വീട്. സ്വന്തമായിട്ട് ആ വീട് ഞാൻ വിറ്റു. താമസിച്ചുള്ള വീടാ. ഞാനും മോനും ഉണ്ടായിരുന്നു. മോനും വിമയും എന്റെ വൈഫും ഉണ്ടായിരുന്നു. ഞാനത് വിറ്റിട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടപ്പ്. എന്നിട്ട് ഒരു വാടക വീട്ടില്, അത് കഴിഞ്ഞ് ഇപ്പൊ താമസിക്കുന്ന ഒരു വാടക വീട്ടില്. So we not even rented. I don't see any reason to go buy. I don't know whether I'll buy. Maybe I'll buy a senior, like living place or something. I don't know. So I think that my wife is definitely one. If she had not agreed, that would not have been possible. And then the other person I'm very thankful is for inputs. And അന്ന് ഞാൻ ഈ പ്രാവശ്യം കണ്ടപ്പോഴും ഞാൻ ഷിബിനോട് പറഞ്ഞു, he used to give us അന്നൊക്കെ ഒരു കമ്പൈലർ, കോബോളിന്റെ ഒരു കമ്പൈലർ, പാസ്കലിന്റെ ഒരു കമ്പൈലർ, സിയുടെ ഒരു കമ്പൈലർ ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് തിങ്. സോ ഷിബുസ് ബീൻ എ കോൺസ്റ്റന്റ്. 5-6 പേര്. ദെൻ ഓഫ് കോഴ്സ് നമ്മുടെ ഉപ്പേക കമ്മ്യൂണിറ്റി, ലോട്ട്സ് ഓഫ് ദം ആക്ച്വലി, 5 അല്ല, സോ മെനി ഓഫ് ദം, ബട്ട് എസ്പെഷ്യലി the key people like Rajan, Tyagarajan, Prasanna, Shekhar, so Gokul, some of them. And also, especially, finally, last but not the least, is the team. It's not easy to, and that to do something like this, because it's very horizontal, very different, not a vertical play. It's a horizontal, high-tech thing. You don't know whether it'll work or not, it doesn't work. It's a very different area. It's not like success takes time. So it might not happen also. So the team definitely for supporting and continuing to have belief in this. Not easy, because you can go somewhere, get more money, go work somewhere. All of them actually have. I think almost all of them have stayed with us for whatever number. In fact, some of them have come from Icon into Cognizwitch, continue to work with us. And of course all of them are owners of part owners of of Cognizwitch, but most important is that their trust and their support too. So that's makes sense. I mean last 1 hour, I think more than 1 hour, നമ്മൾ ഒരു whole journey ആയിരുന്നു. It's like walking down a memory lane.
റിഗാർഡിങ് ആൻഡ് ഇപ്പോൾ കോഗ്നിറ്റീവ് സിറ്റുവേഷനിലേക്ക് എത്തി ആൻഡ് ഹോപ്പ്ഫുള്ളി ആ ഒരു what do you call this becomes the what do you call this is the എന്താ പറയുന്നേ Final actor. I think final actor. So I don't know what I'll do. I definitely want to. If Cognizant, and I'm sure it'll do well. I would want to get a professional. I mean, either one existing team members or otherwise. I want to hand over the responsibility to, and then I want to move out into some other things which I want to do. I don't know whether it'll be a commercial thing or not, but there are some areas of interest where I want to look at. അതൊരു സ്റ്റാർട്ടപ്പ് ആണോ? ഫോർത്ത് സ്റ്റാർട്ടപ്പ് ആണ്, ഫിഫ്ത് സ്റ്റാർട്ടപ്പ് ഉണ്ടോ? Yeah, I don't know whether it'd be a startup. It could also be like a not-for-profit, or it could be like a impact kind of thing. Okay, makes I don't sense. know. Depends on what happens. But Yeah, right now, this is the most important thing for me. makes sense. I mean, like, understood. Makes sense. And thanks a lot, Dilip, for sharing the whole insights and the whole team. Even നമ്മൾ കുറെ കാര്യങ്ങൾ ആക്ച്വലി ബ്രേക്ക് സമയത്താണ് ഡിസ്കസ് ചെയ്തത്. We could learn a lot from you for your experience and everything. And thanks a lot for making it time for being with us. And Thank you very much, and really nice of you to have me here. And I know you're doing some great work with Kerala Product Hunt. Yeah. Right. Yeah, that's KPH. That's how I know it. And so I wish all the best with whatever you're doing, and whichever way I can get involved and support, I'm happy to do that. sure, definitely. Thanks once again. Thanks again. Yeah. Bye.